ഒരു രാത്രി കൂടെ കർത്താവിന്റെ വചനവുമായി നിൽക്കുവാൻ എന്നെ പ്രാപ്തനാക്കിയ സർവകൃപാലുവായ ദൈവത്തിന് എല്ലാ മഹത്വവും ഞാൻ അർപ്പിക്കുന്നു. Let me first thank the Lord who's given me another opportunity to stand as a witness to His word. ലണ്ടൻ പെന്തക്കോസ്റ്റൽ ചർച്ചിന്റെ 50ാമത് ആനിവേഴ്സറിയിൽ എന്നെ ശുശ്രൂഷയ്ക്കായി ക്ഷണിച്ച സഭയോടും കർത്താവിന്റെ ദാസൻ സാം ജോണിനോടുമുള്ള നന്ദി പ്രത്യേകം ഓർപ്പിക്കുന്നു. I'd like to thank Pastor Sam and the London Pentecostal Church for inviting me to their anniversary event this evening. ഇന്ന് രാത്രി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത പാസ്റ്റർ കെ ടി തോമസിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. I thank the Lord for Pastor K.T. Thomas who inaugurated tonight's meeting. പാസ്റ്റർ ജെയിംസ് സാമുവലും ഇന്നീ വേദിയിലുള്ളത് ഓർത്ത് ദൈവത്തിന് മഹത്വം കരയറ്റുന്നു. I'm grateful Pastor James Samuel is here among us as well. ഈ കർത്താവിന്റെ മുന്തിരിത്തോട്ടത്തിൽ അധ്വാനിക്കുന്ന എന്റെ കൂട്ടു ശുശ്രൂഷകന്മാർ എന്നോടൊപ്പം ഈ രാത്രി ഇവിടെയുണ്ട്. My fellow workers who labor in the Lord's vineyard are here with me tonight as well. അവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. I thank the Lord for each and every one of them as well. മനോഹരമായ ഗാനങ്ങൾ ആലപിച്ച ഗായക സംഘത്തെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. Thank the Lord for this choir who sang beautifully tonight. ഇന്ന് രാത്രി വളരെ പ്രതീക്ഷയോടെ നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാം. Let us sit here with great expectation of the Lord. ഞാനോ നിങ്ങളോ ഒരു പ്രതിസന്ധിയിൽ അകപ്പെടുമ്പോൾ, when you or I encounter a difficulty, പലരും പല അഭിപ്രായങ്ങൾ പറയാറുണ്ട്. lots of us have various opinions. അയ്യോ ബ്രദറെ, ഞാൻ അറിഞ്ഞു, പക്ഷെ എനിക്ക് വരാൻ ഞാൻ സ്ഥലത്തില്ലായിരുന്നു. Oh brother, I'm so sorry, I heard about it but I wasn't around. അയ്യോ ബ്രദറെ, ഞാൻ അറിഞ്ഞായിരുന്നു, എനിക്ക് അന്നേരം വരാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു, തിരക്കായിരുന്നു. Oh brother, I'm so sorry, I heard about it but I was a bit too busy and I couldn't come round to you. എനിക്ക് വന്ന് നിങ്ങളെ സഹായിക്കണമെന്നുണ്ടായിരുന്നു, ആ ദിവസങ്ങൾ ഞാൻ അല്പം സാമ്പത്തികമായ പരാജയത്തിലായിരുന്നു. I really wanted to come and help you but those days I wasn't in a good place financially. ഇങ്ങനെ ഒഴിവുകൾ പറയുന്ന ഒരുപാട് കൂട്ടരെ നമ്മൾ കാണും. We often encounter people who give us various excuses. എന്നാൽ ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന യേശു, but the Jesus I preach about tonight, ഒരൊഴിവും പറയുന്നവനല്ല. never makes excuses. സ്ഥലത്തില്ലായിരുന്നു അവന് പറയാൻ പറ്റത്തില്ല. He never says I wasn't around. കഴിവില്ലായിരുന്നു അവന് പറയാൻ പറ്റത്തില്ല. He never says I couldn't do it. എന്റെ കയ്യിൽ ഇല്ലായിരുന്നു അവന് പറയാൻ പറ്റത്തില്ല. He can't say I didn't have any. ഇതെല്ലാം ഉള്ളവനാണ് ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന കർത്താവ്. The Jesus I preach about is someone who has all of it. ഒരു കുഷ്ഠരോഗി അവനോട് പറഞ്ഞു, A leper once told him, നിനക്ക് മനസ്സുണ്ടെങ്കിൽ if you will, എന്നെ ശുദ്ധമാക്കാൻ കഴിയും. you can cleanse me. നിനക്ക് മനസ്സുണ്ടെങ്കിൽ If you so desire, എന്നെ ശുദ്ധമാക്കാൻ കഴിയും. you can cleanse me. യേശു അവനോട് ഒരു മറുപടി കൊടുത്തു. Jesus responded, എനിക്ക് മനസ്സ് മാത്രമല്ലടാ, oh not just, I just don't will enough. എനിക്ക് മനസ്സലിവുണ്ട്. I even have compassion on you. ആരും തൊടാത്ത നിന്നെ ഞാൻ തൊടാൻ പോകുക. I'm going to touch you. I know nobody touches you. സൗഖ്യമാക്കാൻ മനസ്സുണ്ട്. I'm even willing to heal you. പക്ഷെ നിന്നെ തൊടാൻ എനിക്ക് മനസ്സലിവുണ്ട്. I even have compassion to touch you. അതാ കർത്താവ്. That is Jesus. ആ കർത്താവിനെ ഇന്ന് രാത്രി നമ്മൾ പ്രസംഗിക്കുന്നത്. That is the Jesus I preach ആ about. കർത്താവ് ഇന്ന് രാത്രി നമ്മുടെ നടുവിലൂടെ കടന്നു That is വന്നിരിക്കുന്നത്. the Jesus who is here tonight. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് ഈ രാത്രി കർത്താവ് എന്റെ നടുവിലുണ്ട്? How many of you believe that the Lord is here among us? ഇതൊരു പ്രോഗ്രാം അല്ല, This isn't a program. ഇതൊരു ആത്മീയ ശുശ്രൂഷയാണ്. This is a spiritual ministry. ഇവിടെ ദൈവ സാന്നിധ്യമുണ്ട്. God's presence is among us. അത് തിരിച്ചറിയാതെ നാം മടങ്ങി പോകരുത്. Please do not go away without recognizing it. ഇന്ന് രാത്രിയിലെ ചിന്തയ്ക്കായിട്ട് For our meditation tonight, ലൂക്കോസിന്റെ സുവിശേഷം the Gospel according to Luke, 19-ാം അധ്യായം chapter 19, അതിന്റെ 9-10 വാക്യം. verses 9 and 10. Luke chapter 19, verses 9 and 10. യേശു അവനോട്, ഇവനും അബ്രഹാമിന്റെ മകനാകിയാൽ ഇന്ന് ഈ വീട്ടിൽ രക്ഷപ്പെട്ടു. കാണാതെ പോയതിനെ നിന്നെ രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്ന് പറഞ്ഞു. യേശു പറഞ്ഞു, ഇവനും അബ്രഹാമിന്റെ സന്തതിയാകയാൽ ഈ വീടിന് രക്ഷ വന്നു. Jesus said, today salvation has come to this house because he too is a son of Abraham. എന്നിട്ട് കർത്താവ് ഒരു കാര്യം കൂടെ And പറഞ്ഞു. then Jesus added another phrase, കാണാതെ പോയതിനെ, that which was lost, നഷ്ടപ്പെട്ടു പോയതിനെ that which I had lost, മടക്കി തരാനാ ഞാൻ വന്നത്. I've come to give it back. നഷ്ടപ്പെട്ടതിനെ, That which was lost, മടക്കി തരാനാ ഞാൻ വന്നത്. I have come to seek and to save.
നഷ്ടം അല്ലെങ്കിൽ നഷ്ടപ്പെടുക എന്നുള്ളത് മനുഷ്യ ജീവിതത്തിൽ ഒരുപാട് പ്രാവശ്യം നമുക്ക് സംഭവിച്ചിട്ടുണ്ട്. It is so natural to lose things. യാത്ര ചെയ്യുന്ന നമ്മുടെ പേഴ്സ് നഷ്ടപ്പെടാം. When we travel, we might lose our purse. നമ്മുടെ ലഗേജ് നഷ്ടപ്പെടാം. We often lose our luggage. നമ്മുടെ പാസ്പോർട്ട് നഷ്ടപ്പെടാം. We lose our passport. ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടാലും നമുക്കതൊക്കെ തിരിച്ചെടുക്കാനുള്ള പല ഓപ്ഷൻ ഉണ്ട്. No matter what we lose, most of the stuff we can. ലഗേജ് പോയാൽ നമുക്ക് കംപ്ലൈന്റ് ചെയ്താൽ ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ കിട്ടിയെന്ന് വരത്തില്ല. If you lose your luggage, you make a complaint. You may get it, you may not get it. പാസ്പോർട്ട് നഷ്ടപ്പെട്ടാൽ നമുക്കത് വേറെ ഒരു പാസ്പോർട്ട് എടുക്കാനുള്ള ഓപ്ഷൻസ് വേറെ ഉണ്ട്. If you lose your passport, you have an option to reissue one. ഇവിടെ നമ്മുടെ പേഴ്സ് നഷ്ടപ്പെട്ടാൽ പോട്ട് നമുക്ക് വെക്കാം. If you lose your purse in this country, you could probably say that's fine. പക്ഷേ നൊന്തു പ്രസവിച്ച മകൻ അല്ലെ മകൾ വഴിയാത്രയിൽ നഷ്ടപ്പെട്ടാൽ പോട്ട് നോക്കൂ. But if you lose your son or your daughter, ആ വീട്ടിൽ ആഹാരം കഴിക്കുമോ? will you say that's all right? ആ മാതാപിതാക്കൾക്ക് ഉറക്കം വരുമോ? Will you be able to sleep? ആ വീട്ടിലെ അവസ്ഥ നിങ്ങൾ ഓർത്തു നോക്കൂ. Would you imagine the state of the house? എല്ലാം അവർക്ക് പോട്ടെന്ന് വെക്കാം. They could consider everything as lost. പക്ഷെ ജന്മം കൊടുത്ത മകൻ നഷ്ടമായാൽ, But if they lose the son that they gave അവരെ birth to, തിരിച്ചു കിട്ടുന്നിടം വരെ unless they get him back, മറ്റൊന്ന് ആ സ്ഥാനത്ത് വെക്കാനില്ല അവർക്ക്. they can't replace a child. ആ നഷ്ടം തിരിച്ചു കിട്ടുന്നിടം വരെ Until they find the son, ആ മാതാപിതാക്കൾക്ക് സന്തോഷിക്കാൻ പറ്റത്തില്ല. parents can never rejoice. ഇതാണ് സ്വർഗത്തിന് സംഭവിച്ചത്. This is what happened in heaven. നഷ്ടപ്പെട്ടവനെ തിരിച്ചെടുക്കുവാൻ To seek that was lost, ദൈവപുത്രൻ ഈ ഭൂമിയിലേക്ക് വന്നു. the Son of God came to earth. ഇന്ന് രാത്രിയിൽ അതാണ് നമ്മുടെ വിഷയം. That is the topic of our thought tonight. ഇവിടെ കർത്താവ് ഒരു പദം ചേർത്ത് പറഞ്ഞു, ഇവനും അബ്രഹാമിന്റെ സന്തതിയാകയാൽ. Jesus said, because he's also the son of Abraham. എന്തിനാ അത്ര എടുത്തു പറയാൻ പോയത്? Why did he emphasize that? ഈ വീടിന്റെ രക്ഷ ഒന്നെന്ന് പറഞ്ഞാൽ പോരായോ? Wasn't it good enough to say there's salvation in this house? അവന്റെ പേരും His name? അവന്റെ വല്യപ്പച്ചന്റെ പേരും പറയേണ്ട കാര്യമുണ്ടോ? Was there any need to mention his grandfather's name? എന്ന് പറഞ്ഞ കർത്താവ് ഒരു അർത്ഥം ഉണ്ടാക്കിയിട്ടുണ്ട്. But Jesus had an intention. 4000 വർഷം പാരമ്പര്യമുള്ള അബ്രഹാമിന്റെ കുടുംബത്തിൽ ജനിച്ച ഇവന് പോലും രക്ഷ വന്നത് യേശു അകത്ത് വന്നപ്പോഴാണ്. Even this man who was born in the tradition of Abraham could only find salvation when Jesus came to him. 2000 വർഷത്തെ പാരമ്പര്യത്തിൽ നമ്മൾ ഊറ്റം കൊള്ളണ്ട. Do not take pride in traditions and family traditions. 4000 വർഷം പാരമ്പര്യമുള്ള അബ്രഹാമിക കുടുംബത്തിലെ സക്കായിക്ക് രക്ഷ വന്നത് യേശു അകത്ത് വന്നപ്പോഴാണ്. Zacchaeus could claim a family tradition worth 4,000 years, but salvation came to him only when Jesus came to ഇന്ന് him. രാത്രി തിരിച്ചറിയാതെ പോകരുത്. Do not go away without recognizing. യേശു കടന്നു വരുന്നിടത്തെ രക്ഷയുള്ളൂ. It's only when Jesus comes salvation. യേശു കടന്നു വരുന്ന കുടുംബത്തിന് രക്ഷയുണ്ട്. When Jesus comes to a family, there is salvation യേശു there. കടന്നു വരുന്ന വ്യക്തിക്ക് രക്ഷയുണ്ട്. When Jesus comes to an individual, there is salvation there. ഗ്രാമത്തിന് രക്ഷയുണ്ട്. There is salvation for a village. പട്ടണത്തിന് There രക്ഷയുണ്ട്. is salvation for a city. രാജ്യത്തിന് There is രക്ഷയുണ്ട്. salvation for a nation. അതിനാൽ ഈ ലോകത്തിന് രക്ഷയുണ്ട്. There is salvation for the world. കരമടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. Praise the Lord with me. യേശു ക്രിസ്തു കടന്നു വരുന്നിടത്ത് രക്ഷയുണ്ട്. Where Jesus comes, salvation comes. എന്താ നഷ്ടപ്പെട്ടത്? What was lost? ആർക്കാ നഷ്ടപ്പെട്ടത്? Who lost? എനിക്കല്ല നഷ്ടപ്പെട്ടത്. I didn't suffer this loss. നഷ്ടപ്പെട്ടത് സ്വർഗത്തിനാണ്. It was heaven that suffered a loss. എന്താ നഷ്ടപ്പെട്ടത്? What is it that heaven lost? 6 ദിവസവും സൃഷ്ടിച്ച The God who created every 6 days, പ്രപഞ്ചം മുഴുവനും നഷ്ടപ്പെട്ടാലും even though he loses the entire universe, സ്വർഗത്തിന് വേദനയില്ല. there is no pain in heaven. പക്ഷേ മനുഷ്യൻ നഷ്ടപ്പെട്ടപ്പോൾ വേദനിച്ചു. But there was pain when a human soul was lost. ഇത് മുഴുവൻ ഉച്ചാരണത്താൽ ഉളവായതാണെങ്കിൽ, All of it was birthed by his word. എന്നാൽ മനുഷ്യൻ ഉച്ചാരണത്താൽ ഉളവായതല്ല. But God did not create man by his word. ഉച്ചാരണത്താൽ ഉളവായ ഭൂമിയിൽ നിന്ന് ദൈവം അവനെ കൈകൊണ്ട് മെനഞ്ഞതാ. God created him from the earth that he spoke into creation. കൈകൊണ്ട് മെനഞ്ഞെന്ന് പറയുമ്പോൾ അതിന്റെ പിന്നിൽ ഒരു അധ്വാനമുണ്ട്. When it says he made him with his hands, it means he labored for it. ഇന്ന് രാത്രി ബ്രദറെ, നീ ഇവിടെ ഇരിക്കുന്നെങ്കിൽ അതിന്റെ പിന്നിൽ ചിലരുടെ അധ്വാനമുണ്ട്. You are sitting here tonight, brother, because somebody labored for you. സിസ്റ്ററെ, നീ ഇവിടെ ഇരിക്കുന്നെങ്കിൽ അതിന്റെ പിന്നിൽ ചുക്കുചുളിഞ്ഞ ചില കവളുകളുമായി ചിലർ അതിന്റെ പിന്നിലുണ്ട്. Sister, you are sitting here tonight because somebody
you by my own breath. എന്റെ കൈയും എന്റെ ശ്വാസവും നിന്റെ മേലുണ്ട്. My hand and my breath is upon you. നിന്റെ നഷ്ടം എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. I cannot suffer your loss. എന്തു വില കൊടുത്തു നിന്നെ ഞാൻ മടക്കിയെടുക്കും. I will find you no matter what price I മുഴു have. ലോകത്തെക്കാൾ വിലയുള്ളവനാ നീ. Because you are much more worth than the entire universe. ഉൽപ്പന്നങ്ങൾക്ക് വിപണിയിൽ വിലയിടുന്നത് പോലല്ല നിന്നെ വിലയിട്ടേക്കുന്നത്. I can't just measure you and put a cost on you. നിന്റെ ബന്ധുക്കൾക്ക് നീ വിലയില്ലാത്തവളായിരിക്കാം. You may be worthless for your family. നിന്റെ സഹോദരങ്ങൾക്ക് നീ Your വിലയില്ലാത്തവളായിരിക്കാം. brothers may count you worthless. പക്ഷെ അവരാരുമല്ല നിനക്ക് വിലയിടുന്നത്. But it is not them that put a cost on നിന്നെ you. നിർമ്മിച്ചൊരു കമ്പനിയുണ്ട്. That is the company that made you. നിന്നെ നിർമ്മിച്ചൊരു നിർമ്മിതാവുണ്ട്. Somebody who created you. അവൻ ഇന്ന് രാത്രി നിങ്ങളെ നോക്കി പറയുക, He is the one who looks at you and says, നീ എനിക്ക് വിലയേറിയവനാ. you are നീ priceless. എനിക്ക് വിലയേറിയവളാ. You are priceless to me. തിരിച്ചറിഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുക. You recognize that and thank the Lord. എത്ര സന്തോഷം. What joy. എന്നും വെയിലാറുമ്പോൾ Every sunset, യഹോവയായ ദൈവം ഇറങ്ങി വരും. the Father in heaven came down. പപ്പായുടെ കയ്യിൽ പിടിച്ച് മോളും മോനും അപ്പുറം നടക്കുന്ന പോലെ ആദവും അവയും ഇടവും വലവും ചേർന്ന് നടക്കും. Just as children hold their parents' hand and walk through the garden, Adam and Eve walked. ഭയങ്കര സന്തോഷം, Joy unexplainable. ഭയങ്കര ബന്ധം. Oh, beautiful relationship. ഒരു ദിവസം ഈ ബന്ധം ഉലയാൻ പറ്റത്തില്ല. One day, this relationship cannot be shut. അത്രാഴമായ ബന്ധമാണ്. Deep intimacy. ദൈവത്തിന് അവരെ കാണാതിരിക്കാൻ പറ്റത്തില്ല. God cannot but see them, അവർക്ക് ദൈവത്തെ കാണാതിരിക്കാൻ and പറ്റില്ല. they cannot help but see God. ഭയങ്കര ബന്ധമാണ്. Intimate relationship. എന്നാൽ But ഒരു ദിവസം നഷ്ടപ്പെട്ടു. one day there was a loss. പാപം എന്നവരിൽ കടന്നു. The moment sin entered them, പ്രമാണം എവിടെ ലംഘിച്ചോ when law was broken, അവിടെ ബന്ധം നഷ്ടപ്പെടും. their relationships are broken. മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടം, The biggest loss in human life, പടുത്തുയർത്തിയ വീട് പോകുമ്പോഴല്ല, it's not when the house you made is destroyed. കെട്ടിപ്പടുത്തിയ സ്നേഹബന്ധങ്ങൾ പോകുമ്പോഴല്ല, It's not when you lose beloved relationships. ജനിപ്പിച്ചു വളർത്തിയ മക്കൾ നഷ്ടപ്പെടുമ്പോഴല്ല, It's not when you lose your children. ഏറ്റവും വലിയ നഷ്ടം ദൈവവുമായിട്ടുള്ള ബന്ധം പോകുമ്പോഴാണ്. The greatest loss is when you lose your relationship with God. എല്ലാവരും അത് തിരിച്ചറിയത്തില്ല. Not everyone recognizes തികഞ്ഞ it. ആത്മീയനെ അത് തിരിച്ചറിയാൻ It's only a പറ്റും. spiritual man who recognizes it. നിനക്കാരുമായിട്ടുള്ള ബന്ധം ഈ രാത്രി ഉലഞ്ഞു കിടന്നാലും, No matter what relationship you lose tonight, ദൈവവുമായിട്ടുള്ള ബന്ധം ഒരു മിനിറ്റ് പോലും അകന്നിരിക്കരുത്. you cannot lose your relationship with God even for a minute. മനുഷ്യൻ ദൈവവുമായിട്ടുള്ള ബന്ധം ഇല്ലാതെയാക്കി. Man has severed his ties with God. പാപം മനുഷ്യനെയും ദൈവത്തെയും തമ്മിൽ അകറ്റി. Sin separates man and God. പാപം വരുന്നതിന് മുൻപ് വരെ മനുഷ്യനും ദൈവവും ഒന്നിച്ച് നടന്നു. Until sin came, man and God walked hand in hand. എപ്പോൾ പ്രമാണം ലംഘിച്ചോ, When the law was broken, എവിടെ പാപം തൊട്ടോ, when sin entered, തേജസ് നഷ്ടപ്പെട്ടു, the glory was lost. ധൈര്യം നഷ്ടപ്പെട്ടു, The courage was gone. അവരുടെ അധികാരം നഷ്ടപ്പെട്ടു. Their authority was gone. എല്ലാ രാജ്യങ്ങളെയും ഭരിക്കുന്ന 3 അധികാരമാണ്. There are 3 authorities that reign over every nation. വ്യോമസേന, The Air Force, നാവികസേന, the Navy, കരസേന. the Army. ഈ 3 അധികാരം ആദമിന്റെ കയ്യിലായിരുന്നു. Adam had all the 3 of these authorities. ആകാശത്തെ പറവകളുടെ മേലും, He had authority over the ഭൂമിയിലെ മൃഗങ്ങളുടെ മേലും, over the animals on earth സമുദ്രത്തിൽ സഞ്ചരിക്കുന്ന എല്ലാറ്റിന്റെ മേലും and the fishes of the sea. നീ വാഴണം. You reign. ഒരു മേധാവി There ഉള്ളായിരുന്നു, was only one ഒറ്റ leader. മേധാവി ഉള്ളായിരുന്നു. One leader. പക്ഷെ പാപം അധികാരം നഷ്ടപ്പെടുത്തി. When sin came, authority was lost. അധികാരം നഷ്ടപ്പെട്ടു, When authority was lost, തേജസ് നഷ്ടപ്പെട്ടു, glory was lost, ധൈര്യം നഷ്ടപ്പെട്ടു, courage was lost, ആത്മീയ ബന്ധം നഷ്ടപ്പെട്ടു, spiritual relationship was lost, നിത്യജീവൻ നഷ്ടപ്പെട്ടു, eternal life was lost. ഏതൻ പൂങ്കാവനം നഷ്ടപ്പെട്ടു. They lost the Garden of Eden as well. ദാ നിൽക്കുന്നു, They missed out. എല്ലാം നഷ്ടപ്പെട്ടവനായി. Lost everything. അവന് ദൈവത്തെ കാണണ്ട, He doesn't want to see God. ദൈവത്തോട് കൂടെ നടക്കണ്ട, He doesn't want to walk with God. എവിടെങ്കിലും ഒന്ന് ഒതുങ്ങിയിരുന്നാ മതി. He just wants to hide. ഏതെങ്കിലും ഒരു യോഗത്തിന് ഒന്നൊരു മൂലയ്ക്ക് ഇരുന്നേച്ച് പോകണം. He wants to hide in a prayer അവൻ meeting ഒന്നിലും with God. പാർട്ടിസിപ്പേറ്റ് ആവണ്ട. He doesn't really want to be നീ involved. ഒരുപാട് അകന്ന് നിൽക്കുകയാ. You're standing too far away. ആ ബന്ധം മടക്കിയെടുക്കാനാ ദൈവപുത്രൻ വന്നേക്കുന്നത്. The Son of God came that he might establish this relationship. The Son of God came that he might seek and save. അവൻ ഒളിച്ചിരിക്കുകയാ. He's hiding.
പക്ഷെ ദൈവത്തിനോട് ചിരിക്കാൻ പറ്റത്തില്ല. God can't hide. അവന് ദൈവത്തെ വേണ്ട. He doesn't want God. പക്ഷെ ദൈവത്തിന് അവനെ വേണം. But God desperately wants. അവന് ദൈവത്തിന്റെ ശബ്ദം വേണ്ട. He doesn't want God's voice. പക്ഷെ ദൈവത്തിന് അവന്റെ ശബ്ദം വേണം. But God wants to hear his voice. അവന് ദൈവത്തിന്റെ മുഖം കാണണ്ട. He doesn't want to see God's face. പക്ഷെ അവന് ദൈവത്തിന് അവന്റെ മുഖം കാണണം. But God can't do without seeing. ദൈവ സ്നേഹം കാണാൻ, To see the love of God, ഗോൽഗോഥ വരെ പോകണ്ട. you don't need to go to Calvary. ഉൽപ്പത്തിയിൽ തന്നെ അത് വെളിപ്പെട്ട് കഴിഞ്ഞു. It was revealed in Genesis. പാപം ചെയ്ത് ഒളിച്ചിരിക്കുന്ന മനുഷ്യനെ The man who was hiding in sin, ദൈവം ഇങ്ങോട്ട് വന്ന് God comes to him, അങ്ങോട്ട് കയറി walks to him. ആദമേ, Adam, ആദം ദൈവമേ എന്ന് വിളിച്ചപ്പോഴല്ല ദൈവം വന്നത്. God did not come when Adam called upon him. നീ വിളിക്കുന്നതിന് മുമ്പേ, Even before you call upon him, നീ വിളിക്കുന്നതിന് മുമ്പേ even before you call upon him, നിന്നെ വിളിച്ചുകൊണ്ട് വന്നവനാ ദൈവം. there's a God who calls for you. നിന്റെ പേര് വിളിച്ചുകൊണ്ട് വന്നവനാ ദൈവം. There's a God who calls your name and comes for you. അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. Would you thank the Lord tonight? Covenant love of God. The abundant love of God. ദൈവത്തിന്റെ ആഴമേറിയ സ്നേഹം. The abundant love of God. നീ എന്നെ വിളിക്കുന്നതിന് മുമ്പേ, Before you call me, ഞാൻ നിന്നെ വിളിച്ച, I called you. എനിക്ക് നിന്നെ വേണം. I want you. എനിക്ക് നിന്നെ കളയാൻ പറ്റത്തില്ല. I can't lose you. ഈ പ്രപഞ്ചം മുഴുവനും എനിക്ക് പോയാലും I don't mind I lose the entire അതിനേക്കാൾ universe. വിലയുള്ളവനാ നീ. But you're far more. എന്റെ ജീവൻ അതിന്റെ അകത്ത് കിടക്കുന്നത്. It's my life that is in you. എന്റെ സാദൃശ്യം നിന്റെ ദേഹത്ത് കിടക്കുന്നത്. My resemblance that's in എന്റെ you. സ്വരൂപമാ നിന്റെ ദേഹത്ത് കിടക്കുന്നത്. Form that's in you. ഒരു വ്യക്തി പോലും ഇന്ന് രാത്രി നഷ്ടപ്പെടരുത്. No one can be lost. എല്ലാം ദൈവ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടവരാ. Each of us were created in his image. ഇത് ആളെ കാണിക്കാൻ നടത്തിയ മീറ്റിംഗ് അല്ല. It's not a meeting to show some fun. കുവൈറ്റിൽ മണിക്കൂറുകൾ യാത്ര ചെയ്ത് വന്നത് മറ്റൊരർത്ഥത്തിലല്ല. I didn't come from Kuwait for ഒരു nothing. നഷ്ടപ്പെട്ട വ്യക്തി ഇന്ന് രാത്രി നാട്ടിൽ വന്നു. If I can find one person who's ഈ lost, കൺവെൻഷൻ വിജയിച്ചു. I am happy we have succeeded. ഒരുവന് വേണ്ടി ദൈവം വന്നെങ്കിൽ If God came for one, ഈ രാത്രി ഒരുവനും ദൈവത്തിന് പ്രയോജനപ്പെട്ടതാ. hallelujah, one is good enough for God. നീ അകന്നിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. God doesn't want you to stay away. ആത്മീയ ബന്ധത്തെ മടക്കിയെടുക്കുക. To recover, to retrieve the spiritual relationship. നഷ്ടപ്പെട്ടു പോയ ദൈവവുമായിട്ടുള്ള ബന്ധത്തെ തിരിച്ചെടുക്കുക. To recover, retrieve the relationship. അതിനാണ് ദൈവപുത്രൻ വന്നത്. That is why the Son of God came. മനുഷ്യന്റെ ഏറ്റവും വലിയ നഷ്ടം അവനും ദൈവവുമായിട്ടുള്ള ബന്ധം പോയതാ. The greatest loss of mankind is their severance of relationship with God. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. I've often thought, അമ്മാച്ചൻ മിണ്ടാതിരുന്ന പേടിക്കണ്ട, it's all right if my uncle doesn't talk to me. ആന്റി മിണ്ടായിരുന്നാലും പേടിക്കണ്ട, If auntie doesn't talk to me, that's all right. ദൈവം മിണ്ടായിരുന്ന പേടിക്കണം. Be anxious if God fails to talk to you. ഒരു കുഞ്ഞിനെ പോലെ ചോദിക്കണം, എന്താ ഡാഡി എന്നോട് മിണ്ടാത്തെ? You must be like a child and say, Daddy, why aren't you talking? ഒരാഴ്ച ആയാലും എന്നോടൊന്ന് മിണ്ടിയിട്ട്. Some weeks since I've heard you. ചിലര് പറയാ കുറെ വർഷമായി ഭാഷ മിണ്ടിയിട്ട്. Some of us are saying that, Pastor, it's been years since I've heard God. നമുക്കിതൊന്നും ഒരു പ്രശ്നമല്ല. It's not a big deal for me. ഈ എങ്ങനെങ്കിലും ജീവിച്ചു പോകണം. I just want to live on. അല്ല, മിണ്ടുന്നൊരു ദൈവം എന്റെ ദൈവം. My God is a God who talks. മണിക്കൂറുകൾ ഇടവിട്ട് സംസാരിക്കുന്നവനാ ദൈവം. My God is a God who talks every hour. ദൈവത്തിന് ഒരാളോട് സംസാരിക്കാൻ ഉപവാസ പ്രാർത്ഥന വേണ്ട. God doesn't need a fasting and prayer to talk ക്ഷണിക്കപ്പെട്ട to ഒരു you. പാസ്റ്റർ വേണ്ട. God doesn't need a pastor to talk to you. ദൈവത്തിന് സ്ഥലം വിഷയമല്ല, God doesn't mind where you are. സമയം വിഷയമല്ല. God doesn't mind what time it is. 9 മണി നേരത്ത് സംസാരിച്ചിട്ടുണ്ട്, He can speak on the 9th hour. പകൽ സംസാരിച്ചിട്ടുണ്ട്, In the broad daylight. ഉച്ച നേരത്ത് സംസാരിച്ചിട്ടുണ്ട്, Heat of the sun. അർദ്ധരാത്രി സംസാരിച്ചിട്ടുണ്ട്, Night. അധികാലത്തെ Early സംസാരിച്ചിട്ടുണ്ട്, in the morning. കടലിന്റെ നടുവിൽ ചെന്ന് സംസാരിച്ചിട്ടുണ്ട്, By the seashore. ആടി ഉലയുന്ന കപ്പലിൽ ഇറങ്ങി സംസാരിച്ചിട്ടുണ്ട്, Wavering and sea. പാറക്കെട്ടുകളുടെ നടുവിൽ ചെന്ന് In the സംസാരിച്ചിട്ടുണ്ട്, middle of the rocks. പത്മോസ് ദ്വീപിൽ ചെന്ന് On the സംസാരിച്ചിട്ടുണ്ട്, island of Patmos. കാരാഗ്രഹത്തിൽ സംസാരിച്ചിട്ടുണ്ട്, The jail. വീട്ടിനകത്ത് സംസാരിച്ചിട്ടുണ്ട്, Inside the house. നടു റോഡിൽ വെച്ച് സംസാരിച്ചിട്ടുണ്ട്. Middle of the road. അന്നേരം നമുക്ക് കൂടുതൽ സംസാരിക്കണ്ടേ? I want to keep quiet. നിനക്ക് സാക്ഷി പറയാൻ മേളി നാളെ വരും. There is somebody who will നിനക്ക് minister you. ന്യായ വിധി പറയാൻ മേളി നാളെ വിട്ടോളൂ. I will send somebody to നീ give you ഒരുപാട് justice. പൈസ മുടക്കാൻ പോകണ്ട. Don't spend money. നീ ഒരു അഭിഭാഷകനെ കാണാൻ പോകണ്ട. Don't go to a lawyer. ഞാൻ പ്രസംഗിക്കുന്ന ദൈവം ആരാന്നറിയാമോ? You know the God I preach. വാദിക്കുന്നവരോട് വാദിക്കുന്നവനാ. He's a God who argues with him who argues. വാദിക്കുന്നവരോട് He വാദിക്കുന്നവനാ. argues with him who argues. ആരാ വാദിക്കുന്നതറിയാമോ? You know who argues? അഭിഭാഷകനാ.
It's the debater, the advocate. ആ അഡ്വക്കേറ്റിന്റെ കോട്ടിട്ടുകൊണ്ട് ദൈവം ഇറങ്ങി വരും. God comes with an advocate's coat. എനിക്ക് വേണ്ടി വാദിക്കും. He comes an advocate. എത്ര കോടി രൂപ കൊടുത്താൽ ഇതുപോലെ ഒരു വക്കീലിനെ കിട്ടുമോ? You can't get a lawyer such as ഈ him. വക്കീലിനോട് വാദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു വക്കീലുണ്ടോ? There is no lawyer who can win. എനിക്ക് വേണ്ടി ഇറങ്ങുന്ന വക്കീൽ ആരാന്നറിയാമോ? You know who my advocate is? അവനാണ് വക്കീലന്മാരുടെ വക്കീൽ. He's the advocate of advocates. അവൻ എനിക്ക് വേണ്ടി വാദിച്ചാൽ He's the advocate for me. ആർക്കും അവനെ ജയിക്കാൻ പറ്റത്തില്ല. Nobody can win him. വീണ്ടും സങ്കീർത്തനക്കാരൻ പറയുക, Remember the psalmist. എന്നോട് പൊരുതുന്നവരോട്, To them who fight me, പൊരുതുന്നവനാ. he's one who fights for me. വക്കീലിനെ കൊണ്ട് വാദിക്കാനേ പറ്റൂ. An advocate just advocate. പൊരുതാൻ അറിയത്തില്ല. He doesn't know how to fight. പൊരുതുന്നത് പടയാളിയാ. The one who fights is a soldier. ആ അഡ്വക്കേറ്റിന്റെ കോട്ടം കൊണ്ട് മാറ്റിയിട്ടിട്ട് He takes off the advocate's എനിക്ക് coat. പോരാട്ടം വരുമ്പോ And then when he has to fight, അവനൊരു പോരാളിയുടെ വസ്ത്രം ഇട്ടുകൊണ്ട് ഇറങ്ങി he വരും. takes the soldier's cap. എനിക്ക് വേണ്ടി പോരാടാനവൻ തയ്യാറാ. Fights for me. എനിക്ക് വേണ്ടി പോരാടാനവൻ തയ്യാറാ. He's ready to fight for me. വീണ്ടും ദാവീദ് പറയുക, And then David എനിക്ക് says, ന്യായം പാലിച്ചു തരണേ. Oh Lord, grant me justice. അഭിഭാഷകന് വാദിക്കാനേ പറ്റൂ. An advocate can only argue. പടയാളിക്ക് പൊരുതാനേ പറ്റൂ. A soldier can only fight. പക്ഷേ ന്യായം പാലിച്ചു തരാൻ ഒരു ജഡ്ജിക്കാൻ പറ്റൂ. But it's only a judge who can grant me ദൈവം ഇറങ്ങി justice. വരികയോ? God comes down. ജഡ്ജിയുടെ സീറ്റിലിരിക്കുക. He sits on the throne of a judge. ജഡ്ജിയുടെ കോട്ടിട്ടുകൊണ്ട് He takes the judge's coat. ഇത്ര നല്ലവനായൊരു ദൈവത്തെ What a wonderful God. നിങ്ങൾ ഉപേക്ഷിച്ച് പോകരുത്. Leave him and walk away. അവനില്ലാതെ ഇറങ്ങി പോകരുത് ഇവിടുന്ന്. Walk away without meeting with him tonight. അവൻ ന്യായപാലകനാ. He is a God who അവൻ is അഭിഭാഷകനാ. He's an advocate. അവനൊരു പടയാളിയാ. He's a soldier. എവിടെയാ ഞാൻ ആവശ്യത്തിലിരിക്കുന്നത്? What is your need? അവിടെ അവനുണ്ട്. That's where he comes. അവൻ വാദിച്ചോളൂ. He'll fight for you. നമുക്ക് അവൻ വാദിക്കുമെന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ വാദിക്കാൻ രണ്ടുപേരോട് വാദിക്കാൻ പറ്റത്തില്ല. If you say God will fight for you, then stop fighting. ഒരു കേസിന് ഒരു സമയത്ത് ഒരാളെ വാദിക്കാൻ പറ്റും. For a particular case, there can only be one advocate. ഏറ്റവും കൂടുതൽ വാദവും തർക്കവും നടക്കുന്ന എവിടാ? Where does most of the arguments happen? പിള്ളേർ പറയും ഞങ്ങളുടെ വീട്ടിലെ വാസ്തു. The children would say, that's in my house. രാവിലെ തൊട്ടങ്ങ് വാദമല്ലേ? Right from the morning, they start arguing. കിടക്കുന്നിടം വരെ അങ്ങ് വാദവും തർക്കവും. Until they sleep, they argue. പിന്നെ ഉറങ്ങുമ്പോൾ മാത്രം അത്രയില്ല. It's only when they sleep, they keep quiet. ചിലർക്ക് ഉറക്കത്തിലും ഉണ്ടെന്നാ പറയുന്നത്. They say some people argue even when they're sleeping. രാത്രി പ്രാർത്ഥിച്ചേ പോകാവൂ. Please pray and go tonight. അത് വേറെ ഏതാണ്ട് രോഗത്തിന്റെ ലക്ഷണമാണ്. That's some other sickness. ഉറക്കത്തിലും വാദിക്കുന്നെങ്കിൽ If you argue even when you're asleep, എത്ര വാദിച്ചാലും no matter how much you argue, ജയിക്കത്തില്ല. you won't win. 50 വർഷം കൊണ്ട് വാദിച്ചവരും പറഞ്ഞ് ഇതുവരെയും ജയിച്ചിട്ടില്ല. People who've argued for 50 years say they haven't won. വാദം ദൈവത്തിന് വിട്ടുകൊടുക്കുക. Give up to God. സഹോദരി, നിന്റെ വാദം നിന്റെ കുടുംബത്തിൽ നിർത്തിയിട്ട് Sister, stop arguing in your family. നീ ദൈവത്തിന് വിട്ടുകൊടുക്കുക. Give it up to God. സഹോദര, നിന്റെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വെച്ചുള്ള ഈ വാദം നിർത്തിയിട്ട് Stop arguing in front of your നീ children ദൈവത്തിന് വിട്ടുകൊടുക്കുക. and give it to God. ആരുമില്ലാത്ത ഒരു ദിവസം നീ വീട്ടിലെ ഒറ്റയ്ക്കിരിക്കണം. There are times when you'll be all alone നിനക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കണം. and start talking to Him. നിനക്ക് വേണ്ടി അവൻ വാദിച്ചോളും. He will advocate. നിനക്ക് വേണ്ടി അവൻ പൊരുതിക്കോളും. He will fight for you. അവൻ നമുക്ക് വേണ്ടി വാദിക്കുന്നവനാണ്. He's one who advocates. എല്ലാവരും തെറ്റിദ്ധരിച്ചു. No matter when everyone misunderstands. കഷ്ടത്തിലായപ്പോൾ എല്ലാവരും കല്ലെറിയാൻ തുടങ്ങി. When people stone you when you're in trouble. പക്ഷേ ദാവീദോ ദൈവത്തിൽ ബലപ്പെട്ടു. But David took strength in the Lord. അന്നേരം നമുക്ക് ബലപ്പെടാൻ ഒരാളുണ്ടല്ലോ. There is somebody whom we can take strength in. ദാവീദ് ഒരു കാര്യം ചോദിച്ചു. David asked, അബ്യാഥാർ പുരോഹിതനെ, Abiathar high priest, ഏഫോദ് കൊണ്ടുവരാമോ? will you bring the ephod? ദൈവഹിതം എനിക്കിപ്പോ അറിയണം. I need to know God's will. ഞാൻ ഈ പരീക്ഷയെ പിന്തുടരണമോ? Should I chase the Amalekites? കഷ്ടത്തിലാകുമ്പോൾ ദൈവഹിതം അറിയുക. When you're in trouble, understand the will of God. ഒറ്റയ്ക്കാകുമ്പോഴും ദൈവഹിതം അറിയുക. When you're on your own, understand the will of God. മുഴങ്കാല് മടക്കി ദൈവഹിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. Get on your knees and seek God's will. ദൈവം അവനോട് പറഞ്ഞു, God said to him, നീ പിന്തുടര്. follow them, pursue നിനക്ക് them. നഷ്ടപ്പെട്ടതൊക്കെ ഞാൻ മടക്കി തരും. I will return to you everything that you ദാവീദ് lost. 400 പേരുമായിട്ട് പോയി. David took 400 people. 200 പേര് ഇവിടെ കുഴഞ്ഞിരിക്കുകയാണ്. 200 people were famished. 400 പേരുമായി പോയി. He went with 400. 1 ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായം നിങ്ങൾ വാദിക്കോ. 1 Samuel in chapter 30. 18-19 വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, അവന് നഷ്ടപ്പെട്ടതല്ലോ മടക്കി കൊണ്ടുവന്നു. In verses 18 and 19 it says, God gave him back everything that he lost. എത്ര സന്തോഷമുള്ള കാര്യം. What a joyful story. ആത്മീയ നഷ്ടം മാത്രമല്ല, It's not just your spiritual loss. ഭൗതിക നഷ്ടവും മടക്കി തരുന്നവനാ. He returns everything that you ഭൗതിക lose. നഷ്ടവും മടക്കി തരുന്നവനാ. He returns your worldly ഇന്ന് loss. രാത്രി നഷ്ടത്തിന്റെ വലിപ്പത്തിലേക്ക് നോക്കാതെ Don't look at the enormity of your അത് loss. മടക്കി തരാൻ കഴിവുള്ള ദൈവത്തിലേക്ക് നോക്കുക. God who's able to return it to his അവനത് life.
മഹത്വപ്പെടുത്തുക. Praise the Lord with me tonight. ആത്മീയ ബന്ധം മടക്കി കൊടുത്ത ദൈവം, A God who gave back his spiritual ഭൗതിക relationship. നഷ്ടം മടക്കി കൊടുത്ത He ദൈവം gave back his worldly loss. ഇനി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന മറ്റൊന്നാണ് നമ്മുടെ ഉന്മേഷം, ഉത്സാഹം, ധൈര്യം. There is something else that we lose. Our enthusiasm, our motivation, our courage. 17-ാം അധ്യായത്തിൽ Chapter 17. ഒരു കൊടുങ്കാറ്റ് പോലെ A mighty storm രാജാവിന്റെ മുൻപിൽ ദൂത് പറഞ്ഞവൻ, came before. He came with a message to the king. രാജാവിനോട് പ്രവചനാത്മാവിൽ സംസാരിച്ചവൻ. He prophesied to the king. ഈ പുള്ളി നിങ്ങറിയാവുണ്ടോ? കേട്ടപ്പോഴേ ആരാണ് ഏരിയാവ്? You know Elijah surely. പുള്ളിയെ കുറിച്ച് വലിയ അഡ്രസ് ഒന്നുമില്ല, There's not much to be said about him. വിസിറ്റിംഗ് കാർഡും ഇല്ല. He doesn't have a visiting ആകെ card. പുള്ളി ഇത്രയേ ഉള്ളൂ. That's all you can give him. ഗിലെയാദിലെ ഗിസ്പിനായ ഏലിയാവ്. The Gileadite Elijah. അത്ര അഡ്രസ്സേ ഉള്ളൂ. That's all. Gilead, the Tishbite Elijah. പുള്ളിയെ കുറിച്ച് നേരത്തെ ഒരു പബ്ലിസിറ്റി ഇല്ല. There's not much to be said about him. ഇന്നിപ്പോ പബ്ലിസിറ്റിക്ക് ഒരുപാട് വില. There are lots of people get publicity is very important. പബ്ലിസിറ്റി Today. നോക്കി നമ്മളെല്ലാരും പോകുന്നത്. We go after publicity. പബ്ലിസിറ്റിക്കാർ വിചാരിച്ചാൽ If advertisers think സീറോയെ ഹീറോ ആക്കാൻ പറ്റും, they can make a zero a hero, ഹീറോയെ സീറോ ആക്കാൻ they can പറ്റും. make a hero a zero. ഇത് രണ്ടും അവരുടെ കയ്യിലിരിക്കുക. They can do both. എന്നാൽ ഇദ്ദേഹത്തിന് വലിയ പബ്ലിസിറ്റി ഒന്നുമില്ല. But Elijah had none. പക്ഷെ ഒരു കാര്യം പുള്ളി പറഞ്ഞു. But one thing he said, ഈ രാജാവിന്റെ കൊട്ടാരത്തിൽ വരുന്നിടം വരെ ഏലിയാവിന്റെ അഡ്രസ് എന്തുവാണെന്ന് അറിയാമോ? until he came to the palace of the king, do you know who Elijah was? ഞാൻ സേവിച്ചു വരുന്ന ദൈവം. The God I serve. എവിടോ ദൈവത്തെ സേവിക്കുക. He was somebody who served രാത്രി ഒരു God. സന്തോഷത്തിന്റെ ദൂത് പറയാം. A message of hope. രഹസ്യമായി നീ എവിടെയും ദൈവത്തെ സേവിച്ചാലും No matter where you serve God secretly, ഒരു ദിവസം നിനക്കവൻ പുൽപ്പിറ്റ് തരും. one day he'll give you a pulpit. നീ ഒരുക്കാത്ത പുൽപ്പിറ്റ്, A pulpit that you did നീ not സ്വപ്നം prepare. കാണാത്ത പുൽപ്പിറ്റ് A pulpit you did not dream about. കൊണ്ടുവന്ന് നിർത്താൻ ദൈവം വിശ്വസ്തന. He will make you stand on that pedestal. ഒരു അഡ്രസ്സും ആരും പറയണ്ട. Nobody needs to give you an നീ address. രഹസ്യത്തിൽ കരഞ്ഞോ, You cry in നീ secret, രഹസ്യത്തിൽ പ്രാർത്ഥിച്ചോ, pray in secret. നിന്നെ പരസ്യത്തിൽ കൊണ്ടുവരാൻ ദൈവത്തിന് കഴിയും. God will bring you in the open. നിന്റെ മേൽ അഭിഷേക തൈലം ഒഴിച്ചത് ദൈവമാണെങ്കിൽ, If God is the one who put the anointing on you. കഴിഞ്ഞ 11 വർഷം ഞാൻ സെമിനാരിൽ പഠിപ്പിച്ചപ്പോഴും 11 years when I taught at the seminary, എല്ലാ വിദ്യാർത്ഥിയോടും പറഞ്ഞത് ഇത്രേ ഉള്ളൂ. all I told my students, അഭിഷേകം തന്നത് ദൈവമാണെങ്കിൽ if God gave you the anointing, അവസരവും ദൈവം തരും. He'll give you the opportunity. അവസരം ദൈവം തരും. God will give you the opportunity. നീ ഗോലിയാത്തുണ്ടെന്ന് തിരക്കി നടക്കണ്ട. You don't run after it. ഗോലിയാത്തുള്ളിടത്ത് നിന്നെ കൊണ്ടുവിടും ദൈവം. God will take you where Goliath is. ദൈവത്തിന് ഒരാഗ്രഹം. God has one desire. ഞാൻ അഭിഷേകം ചെയ്ത ഒരുത്തൻ ഇവിടെ ഉണ്ടെന്ന് എല്ലാവരും അറിയണം. Everyone must know that there's somebody whom I've anointed here. ദാവീദിന് ഒരാഗ്രഹം. David has one desire. ഇസ്രായേലിൽ ഒരു ദൈവം ഉണ്ടെന്ന് എല്ലാവരും അറിയണം. Everyone must know that Israel has got a God. ദൈവത്തിന്റെ ആഗ്രഹം എനിക്കൊരുത്തൻ ഇവിടെ ഉണ്ടെന്ന് അറിയണം. God's desire, people ought to know that I've got someone here. അവന്റെ ആഗ്രഹം ഒരു ദൈവം ഉണ്ടെന്ന് അറിയണം. His desire, people need to know that I രണ്ട് have a God. ആഗ്രഹവും കൂടെ കൂട്ടിമുട്ടിയാൽ When both desires come together, അവിടെ വിടുതൽ നടക്കുന്നത്. that's where deliverance happens. അവിടെ വിടുതൽ നടക്കുന്നത്. Deliverance happens. അവിടെയാ വിക്ടറി നമുക്ക് ദൈവം That's തരുന്നത്. where God gives you victory. Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. ഇസ്രായേലിൽ ഒരു ദൈവം ഉണ്ടെന്ന് They ought to know there is a God in Israel. കുവൈറ്റിൽ നിന്ന് ഒരുത്തൻ വന്നെന്നല്ല ഇവിടെ അറിയേണ്ടത്. People ought not know there's somebody ഇവിടെ else. ഒരാളുണ്ടെന്ന് അറിഞ്ഞാൽ മതി. There is only need for them to know there's one എനിക്ക് person. വേണ്ടി പ്രവർത്തിക്കാൻ ഒരു ദൈവമുണ്ട്. There's a God who acts for me. എന്നെ മടക്കിയെടുക്കാൻ ഒരു ദൈവമുണ്ട്. There is a God who can save me. അതാ നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ If that is your goal, ദൈവം നിങ്ങൾക്ക് അവസരം തന്നോളൂ. God will give you an ഒരു opportunity. കൊടുങ്കാറ്റ് പോലെ വന്നു, He'll come like a storm ഒരു ചുഴലിക്കാറ്റ് പോയി. and go in a whirlwind. ഇത്രയുള്ള ശുശ്രൂഷ. That was all his ministry was അങ്ങനെ about. തുടങ്ങി അങ്ങനെ അവസാനിച്ചു. He started like a snap. എന്തിനാ അവിടെ കിടന്ന് ഷുഗറും പ്രഷറും ഒക്കെ പിടിക്കുന്നത്? Why do you hang about with blood pressure and diabetes? കൊടുങ്കാറ്റ് പോലെ വരിക, Come like a storm, ചുഴലിക്കാറ്റ് പോലെ പോവുക. go like a whirlwind. ഇത്രയുള്ള പുള്ളിയുടെ ശുശ്രൂഷ. That was all he did. കൊടുങ്കാറ്റ് പോലെ കൊട്ടാരത്തിൽ വെളിപ്പെട്ടവൻ, He came like a storm in the palace. രാജാവിന്റെ മുഖത്ത് നോക്കി ദൂത് പറഞ്ഞവൻ, He looked into the eyes of the king and proclaimed God's word. ചൂരച്ചെടിയുടെ തണലിൽ പോയി ഒളിച്ചിരിക്കാൻ പറഞ്ഞപ്പോൾ കെരിത്ത് തോട്ടിൽ പോയി ഒളിച്ചിരിക്കാൻ പറഞ്ഞപ്പോൾ ഒളിച്ചിരുന്നവൻ, When he was asked to go and hide by the brook of Kerith, he did. നിന്നെ തന്നെ വെളിപ്പെടുത്തണമെന്ന് പറഞ്ഞപ്പോൾ വെളിപ്പെടുത്തിയവൻ, When he was asked to go and show himself, he did. കർമ്മേലിൽ യാഗപീഠം പണിതിട്ട് തീ കൊണ്ട് ഉത്തരവരുന്ന ദൈവത്തെ വെളിപ്പെടുത്തിയവൻ, The one who went to Carmel and revealed the God who answers by fire. ആഹാബിന്റെ രഥത്തിന്റെ മുമ്പിൽ 30 മൈൽ ഓടാൻ ബലമുണ്ടായിരുന്നവൻ, The man who was strong enough to run before Ahab's chariot for 30 miles. തല കൊണ്ടുവന്ന് മുട്ടിനിടയിൽ വെച്ച് പ്രാർത്ഥിക്കാൻ 6 പ്രാവശ്യം ബാല്യക്കാരൻ പോയി വരുന്നിടം വരെ ഈ തല അവിടെ തന്നെ വെച്ച് പ്രാർത്ഥിക്കാൻ ബലം പ്രാപിച്ചവൻ, A man who was strong enough to put his head between his knees and pray
6 times until his servant came back to him. A man who prevailed in prayer. A man who prevailed at Carmel. A man who sliced the prophets of Baal. One day. ഇതാ ചുരുണ്ടുകൂടി കിടക്കുക. He's curled up in agony. അതെല്ലാരും ചെയ്യും. Everyone does that. ഇപ്പൊ ഞാൻ ഇങ്ങനെയൊക്കെ നിന്ന് വീശി നിങ്ങൾ ചില സമയത്ത് ചുരുണ്ടുകൂടി കട്ടിലേക്ക് കിടന്നിട്ടുണ്ട്. There are times when I'm shouting and preaching, but there are times I curl up in my bed. വലിയ ശക്തനും വീണിട്ടുണ്ട്. The biggest victor has fallen as well. മാനസിക പ്രയാസം വരുമ്പോൾ താനെ വീണുപോകും. When you're emotionally troubled, നമ്മൾ സ്നേഹിക്കുന്നവർ നമ്മുടെ നേരെ നിൽക്കുമ്പോൾ നമ്മൾ താനെ വീണുപോകും. when your loved ones stand up against you, you fall down. യേശുക്രിസ്തുവാണ് ഗത്സമനയിൽ വീണില്ലേ? Jesus fell in Gethsemane. ഹൃദയം അതിദുഃഖത്താൽ വേദനിച്ചിട്ട് His heart was burdened and overburdened. മാനവരാശിയുടെ പാപത്തിന്റെ വേദനയേക്കാൾ അന്ന് രാത്രി ഉണ്ടായ ഒരു വേദന, More than the weight of the world's sin. ഏറ്റവും കൂടുതൽ സ്നേഹിച്ചവൻ കൂടെ പ്രാർത്ഥിക്കാൻ കൊണ്ടുപോകാൻ ഇറങ്ങിയതാ. The one he loved the most, whom he took with him. മനുഷ്യരായ നമ്മളെല്ലാം ചില സമയത്ത് നഷ്ടപ്പെട്ടു പോകും. നമുക്ക് People we have, friends we have, we often lose them. ധൈര്യം നഷ്ടപ്പെട്ടു പോകും. You lose courage. ഉന്മേഷം നഷ്ടപ്പെട്ടു പോകും. You lose enthusiasm. ഇപ്പൊ പുള്ളി പറയുന്നത് ഇത്രയേ ഉള്ളൂ. And that's all he says. മതി കർത്താവേ, That's enough, Lord. മരിച്ചാൽ മതി. I just want to die. പുള്ളിയുടെ എല്ലാ പ്രാർത്ഥനയും ദൈവം കേട്ടു. God answered every prayer. മഴ പെയ്യണമെന്ന് പ്രാർത്ഥിച്ചു. Lord, let there be rain. തീ വേണമെന്ന് Let there പ്രാർത്ഥിച്ചു. be fire. മരിച്ച കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു. Lord, a child died. പക്ഷെ ഇത് മാത്രം കേട്ടില്ല. God just didn't hear this എല്ലാ prayer. പ്രാർത്ഥനയും ദൈവം കേൾക്കത്തില്ല. God doesn't answer കാരണം every അപ്പുറത്ത് prayer. വലിയ കാര്യം ഇരിക്കുക. Because there's something greater for you. എല്ലാരും മരിച്ചാലും No matter who dies, നീ മരണം കാണത്തില്ല. you won't see death. നിന്നെ മരിക്കാതെ കൊണ്ടുപോകാൻ എന്റെ പ്ലാന്. My plan is to take you without ചില death. കാര്യങ്ങൾ പ്രാർത്ഥിക്കും, എന്താ മറുപടി ഇല്ലാത്തതെന്ന് അറിയാമോ? You know, there are times you ask for the വേറെ വലിയ പ്രോഗ്രാം കരുതി വെച്ചേക്കുക. because God has a greater plan. വേറെ വലിയ പ്രോഗ്രാം God has a bigger plan for you. അതുകൊണ്ടാണ് ദൈവം മിണ്ടാതിരിക്കുന്നത്. Which is why God is silent. ദൂതൻ ഇറങ്ങി വന്നു. The angel comes down, തട്ടി knocks him, എഴുന്നേടാൻ തുടങ്ങി. stand up, കഴിക്കാൻ പറഞ്ഞു. eat. തിന്നു. He did. എന്റെ ഏലിയാവേ, Elijah, ഒരു സ്തോത്രവനും പറഞ്ഞിട്ട് കഴിക്കണ്ടായിരുന്നു. you at least not even thank me. അല്പം ആഹാരം കിട്ടിയ ഒരു സ്തോത്രം പറഞ്ഞിട്ട് കഴിക്കും. You get some food, thank me, and then eat. അതൊക്കെ പണ്ടായിരുന്നു വാസ്തവൻ. Oh, Pastor, I don't do that anymore. നമ്മുടെ അമ്മച്ചിമാരോടൊക്കെ ചോദിച്ചാൽ പറയും, And if you ask our grandmothers, അരി കഴുകുമ്പോ ഒരു സ്തോത്രം they പറയുമായിരുന്നു. thank the Lord when they wash the rice. അത് കഴുകി അടപ്പേലിട്ടിടുമ്പോൾ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തിട്ടായിരുന്നേ. When they put it onto the stove, they pray and thank the Lord for it. അത് തിന്നതിനൊക്കെ ഇച്ചിരി ആരോഗ്യമൊക്കെ ഉണ്ടായിരുന്നു. And when they ate it, they felt healthy. ഇന്ന് പ്രാർത്ഥിക്കാതിട്ടൊക്കെ തന്നെ കണ്ടില്ലയോ? Nowadays, we don't pray and look at our bodies. പിന്നെ ഇങ്ങനെ അങ്ങ് പോകുന്നേ ഉള്ളൂ. We just roll on. നമ്മൾ എന്ത് ചെയ്താലും No matter what we do, ഭക്ഷണം കഴിക്കുമ്പോൾ when we eat, നമ്മൾ സ്തോത്രം ചെയ്യാൻ പഠിപ്പിക്കണം. teach your children. ദൈവം എത്രേ പറഞ്ഞോളൂ, That's all the Lord നീ asks. നല്ല വീട് പണിത്, When you build a good house, നീ മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി, when you build your vineyards, നീ അവിടെ സുഖമായി പാർക്കുമ്പോൾ, and when you live in നീ luxury, തിന്ന് തൃപ്തി പ്രാപിക്കുമ്പോൾ when you eat and satisfy, സ്തോത്രം ചെയ്യാൻ മറക്കല്ലേ. don't forget to thank. വേറെ എന്തോ പറഞ്ഞാലും എനിക്ക് സ്തോത്രം പറയാൻ മറക്കല്ലേ. Don't forget to thank the Lord. സ്തോത്രം പറയണം. Say thank you. സ്തോത്രം പറയണം. അത് പാസ്റ്റർ ഒരു സ്തോത്രം പിന്നെ ഞങ്ങളൊന്ന് ഏജന്റുമാരാണ്. Pastor, you keep saying that, are we agents? ചിലരുണ്ട് ഞങ്ങൾ പറഞ്ഞോണ്ട് നടക്കുക, പറഞ്ഞാണ്ട് പോരാ ഈ പുള്ളിയെല്ലാം കൂടെ അടങ്ങലെടുത്തോണ്ട് നടക്കുന്ന പോലെ. There's some who keep making you say it. ഈ സ്തോത്രം ഒന്നും പറഞ്ഞു പറയിപ്പിക്കേണ്ടതല്ല, Thank you is not something you can make people say. അറിഞ്ഞു പറയേണ്ടതാണ്. It's something you've got to say. കർത്താവിനെ അറിഞ്ഞവൻ സ്തോത്രം പറഞ്ഞിരിക്കും. If you know the Lord, you will പിന്നെ ഈ ആത്മാവ് നിറഞ്ഞവൻ സ്തോത്രം പറഞ്ഞിരിക്കും. filled with the Spirit. you thank ആത്മാവ് the Lord. നിറഞ്ഞവൻ ദൈവത്തെ സ്തുതിച്ചിരിക്കും. If you filled with the Spirit, you അല്ലാതെ praise God. ഇങ്ങനെ പ്രേരിപ്പിച്ചൊന്നും അല്ല ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത്. You can't just force people to thank God. നന്ദിയുള്ളൊരു ഹൃദയം അകത്തുണ്ടെങ്കിൽ അത് നടന്നിരിക്കും. If there's a grateful heart, he can't ഈ be high. ആരാധനയുടെ ശരിയായ ഗ്രീക്ക് പദമൊക്കെ നമ്മൾ പഠിച്ചു നോക്കുമ്പോ The original Greek word for worship, ഒരു നായ a dog, യജമാനെ വണങ്ങി സ്നേഹിക്കുന്നതിന്റെ അടയാളമാണ് കൊടുത്തിരിക്കുന്നത്. it is similar to a dog worshipping and being devoted to its master. അവനെ വീട്ടിനകത്ത് വളർത്തുവെന്ന് വെച്ചു. Say you get a pet dog inside your house, അപ്പൊ ഡാഡി വെളിയിലോട്ട് പോയത്. and when the daddy goes out, അപ്പൊ അവനിങ്ങനെ സോമയിലും അവിടെ ഇവിടെയൊക്കെ കയറി ഇങ്ങനെ നടക്കുക. and this little pet dog is hanging around on the sofa, അന്നേരം jumping around, ഡാഡിയുടെ വണ്ടി ഗേറ്റ് അകത്തോട്ട് കയറി വരുന്ന കണ്ടു. and he sees the master's car coming in. ഉടനെ മമ്മി അവിടെ നിന്നുണ്ട് അകത്തുനിന്നുണ്ട് പറയടാ ടോമി പപ്പ വന്നത് തോന്നുന്നു, അങ്ങനെ പറയണോ? And does the mommy need to say, hey Tommy, it seems daddy's here? പപ്പയുടെ കാറിന്റെ ശബ്ദം കേൾക്കുമ്പോൾ അവന്റെ വാലാടാൻ തുടങ്ങും. The minute he hears the master's car's sound, his tail starts wagging. എൻകറേജ്മെന്റ് ഒന്നും വേണ്ട അവന്. He doesn't need any encouragement. കീബോർഡിന്റെ പ്രോത്സാഹനം ഒന്നും വേണ്ട He അവന്. doesn't need the keyboard. അവന്റെ വാലാടാൻ തുടങ്ങും. അവന് മനസ്സിലായി എന്റെ യജമാനൻ ഗേറ്റ് കയറിയിട്ടുണ്ട്. He knows my master is here. യജമാനൻ അകത്തോട്ട് കയറിയിട്ടുണ്ട്. My master is here.
എന്റെ ദൈവമേ, എത്ര തൊണ്ടയിരുമ്പോൾ ഒരു സ്തോത്രം വരുന്നതെന്ന് അറിയാമോ? Oh Lord, we have to shout and scream to get a thank you out. നിങ്ങൾ യജമാനനെ നിങ്ങളൊന്ന് അറിഞ്ഞാൽ, If you know your master, വണ്ടി ഓടിച്ചൊന്ന് പുറത്തോട്ട് പോയിട്ട് if you get your car out, തിരിച്ചു വന്ന് താക്കോല് വെക്കുന്ന സ്തോത്രം പറഞ്ഞിട്ടായിരിക്കണം. and when you put your key down, you thank the Lord. വണ്ടിയെ കയറി ഇരിക്കുമ്പോഴും ഒരു സ്തോത്രം പറയണം. When you sit in your car, ഈ you must thank സ്തോത്രം the Lord. പറയാൻ മറക്കരുത്. Don't forget. നിന്റെ മക്കളെ സ്തോത്രം ചെയ്യാൻ പഠിപ്പിക്കണം. Don't forget to teach ഓരോ them വിഷയങ്ങൾ പറഞ്ഞ് സ്തോത്രം ചെയ്യിപ്പിക്കണം. Make them thank the Lord. അവരെ കൊണ്ട് സ്തോത്രം പറയാൻ പഠിപ്പിക്കണം. Teach them to thank the Lord. ഇല്ലാതെ Elijah, ദൈവം ഒന്ന് ആഹാരം കഴിച്ചിട്ട് വീണ്ടും കിടന്നുറങ്ങി. have you slept again? വീണ്ടും തട്ടി. You woke him up again. എഴുന്നേടാ, Wake up. വീണ്ടും തിന്നാൻ പോയി. Eat again. എന്തോ ചാപ്പാട് രാമന്. Oh, what a gluttonous it. തിന്നുക, ഉറങ്ങുക, Eat and sleep. പിന്നെയും തിന്നുക, Eat and sleep. വീണ്ടും ഇനി ഉറങ്ങാൻ പറ്റത്തില്ല. Hey, you can't sleep anymore. ഇപ്പൊ തട്ടാ കിട്ടിയത്. I just knocked you. ദൂതന് പല പരിപാടികളുണ്ട്. The angel can do loads of things. ഈ ഏലിയാവിനെ തട്ടി. He tapped Elijah, എന്നാൽ but ദൂതനായിരിക്കും. the angel can even beat him. അതാരെയാണെന്നറിയാമോ? ഹേരോദാവിനി. Herod. അവന് അടിയെല്ലാവിനും എന്തോ കൊടുക്കണ്ട. What else but it beating did he deserve? ദൈവദാസന്മാരുടെ നേരെ കൈ നീട്ടുന്നവന് തട്ടല്ല വേണ്ട, അടിയ കൊടുക്കേണ്ടത്. If you raise your hand against a man of God, you don't need a tap, you need a thrash. അവനാ യാക്കോബിനെ വാളുകൊണ്ട് വന്നത്. And that's the one who അവനാ killed പത്രോസിനെ പിടിച്ച് തടവിലിട്ടത്. Herod's the one who took അവന് John the Baptist. തട്ടല്ല വേണ്ടത്, He didn't need a tap. അവൻ അടിയാ വേണ്ടത്. He needed a thrash. എനിക്ക് രസം തോന്നിയിട്ടെന്ന് വായിക്കുമ്പോൾ I was amused. അവൻ അടി കൊണ്ടിട്ട് When he was beaten, കൃമിക്കിരയായി when worms ate his body, പ്രാണനെ വിട്ടെന്നാ. and he left his soul. എല്ലാരും പ്രാണനെ വിട്ടിട്ടാ കൃമിക്കിരയാവുന്നത്. Most people, you get worms in your body after you die. ജീവിച്ചിരുന്നപ്പോഴേ കൃമിയാ. But he had worms when he was alive. സഭയിലും കൃമിയാ, Worms in the church. ശാസ്ത്രനും കൃമിയാ, Church pastors got worms. വീട്ടുകാർക്കും കൃമിയാ. People in the house have got worms. പിന്നെ എങ്ങനെ പ്രാണനെ വിടുന്നത്? ആദ്യം കൃമിയായിട്ട് പിന്നെ പ്രാണനെ വിടത്തുള്ളൂ. It's only when you get worms first that you let go of your soul. ഞാൻ അങ്ങ് നാട്ടിലെ കാര്യം പറയുന്നത് കേട്ടു. I'm talking about things in ഇവിടെയല്ല, Kerala. മാന്യമായ ദൈവമക്കൾ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നവർക്ക് ഞാൻ ദൈവത്തെ I know you're honorable people of God. എലിയാവേ, Elijah, ആദ്യത്തെ ആഹാരം തന്നെ എന്തിനാണെന്നറിയാമോ? do you know why I fed you first? ഇതുവരെയുള്ള ക്ഷീണം മാറാനാ. To get rid of all your weakness. രണ്ടാമത് തന്നെ എന്തിനാണെന്നറിയാമോ? I fed you again. ഇനി മുമ്പോട്ട് പോകാനാ. To strengthen you for the journey എന്റെ ahead. രണ്ട് ക്ഷീണവും എനിക്കറിയാം. I know both your weaknesses. ഈ അടുത്ത സമയത്ത് ഒരാൾ ചോദിച്ചു, Somebody asked me recently, എന്റെ പാസ്റ്ററെ, ചില സഭയിലൊക്കെ സങ്കീർത്തനമായാലും ഒന്നുമില്ലല്ലോ, ഒറ്റ പ്രസംഗമുള്ളൂ, നമുക്കൊക്കെ പോരായോ? Pastor, in lots of churches there's no psalm reading. They only have one sermon. Why can't we do that? ആത്മീയ മൂത്ത് കഴിഞ്ഞാൽ പിന്നെ സങ്കീർത്തനം വേണ്ട, പഴയ നിയമം വേണ്ട എന്ന് വരെ പറയുന്നവരുണ്ട് ഇപ്പൊ. When people get very spiritual, often they say we don't need psalms and we don't even need the Old Testament. എന്തായാലും ഞാൻ മുഴുവൻ വേദോസ്തം പ്രസംഗിക്കുന്ന ആളാണ്. I'm a man who preaches the entirety of the Bible. പിന്നെ പഴയ നിയമം വേണ്ടാന്ന് പറയുന്നവർക്ക് വെളിപ്പാടില്ലാത്തോണ്ടേ കുഴപ്പമുണ്ടാകുന്നത്. Those who do not want the Old Testament, it's because you have no revelation. അവർ പറയാ സമാഗമന കൂടാരത്തിന്റെ ബുദ്ധിയും കൊടുത്തൊക്കെ പ്രസംഗിക്കുന്ന അപ്പച്ചന്മാരുടെ കാലത്തായി പോയെന്ന്. Or if you preach about the tabernacle, that's what grandparents did. വിവരമില്ലാത്തവരെ വിളിച്ചോർമ്മ കൈയടിക്കരുത്. Don't clap when he says അപ്പച്ചന്മാർ സമാഗമന കൂടാരത്തിന്റെ ചാർട്ടിട്ട് ക്ലാസ് എടുത്തപ്പോഴും 18-20 പേര് സ്നാനപ്പെടാൻ ഉണ്ടായിരുന്നു. Even when our grandparents preached about the tabernacle with charts, 18-20, അവർ സമാഗമന കൂടാരമല്ല കണ്ടത്. they didn't see the tabernacle. കൂടാരത്തിനകത്ത് മറിഞ്ഞിരുന്ന ക്രിസ്തുവിനെ വെളി കൊണ്ടുവന്നു. They saw the Christ who was hidden inside the മണ്ണായിട്ട് tabernacle. വെച്ച പൊൻപാത്രത്തിലെ ക്രിസ്തുവിനെ പുറത്തു കൊണ്ടുവന്നു. They brought out the Christ that was in there. പഴയ മൊത്തം ക്രിസ്തുവാ. Oh, the entirety of the Old Testament talks about Christ. യാഗവും നിറഞ്ഞുകൊണ്ടുന്നത് ക്രിസ്തുവിനെയാ. Every sacrifice points to Christ. 7 ഉത്സവം നിറഞ്ഞുകൊണ്ടുന്നത് ക്രിസ്തുവിനെയാ. All the festivals point to Christ. വിവരമില്ലാതെ വല്ലതും പറയുമ്പോൾ കൈയടിക്കരുത്. When they talk rubbish, അവരെ don't പ്രോത്സാഹിപ്പിക്കരുത്. encourage them. മുഴുവൻ വേദപുസ്തകം നമുക്ക് വേണം. Preach the entirety of the മുഴുവൻ Bible. വേദപുസ്തകം നമ്മൾ വായിക്കണം. We need to read the entirety അതിനെ of the Bible. സ്നേഹിക്കണം. We need to love Him. അങ്ങനെയാണെങ്കിൽ യെശയ്യാപ്രവാചകന്റെ പുസ്തകമാണല്ലോ പുതിയ നിയമത്തിൽ ഷണ്ണന് ഫിലിപ്പോസ് വ്യാഖ്യാനിച്ചു കൊടുത്തപ്പോൾ സ്നാനപ്പെടാൻ തയ്യാറായത്. If the eunuch preached, talked about the book of Isaiah, and that's when the eunuch was willing to be baptized. 53 സ്നാനം പറഞ്ഞിട്ടില്ലല്ലോ. Isaiah 53 doesn't talk about baptism. പക്ഷെ കഷ്ടപ്പെടുന്ന ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. But you talk about the suffering servant. ക്രിസ്തുവിനെ പ്രസംഗിക്കുമ്പോൾ സ്നാനം വരും. If you preach Christ crucified, there will be baptism. അങ്ങനെയാണ് ഇന്ന് രാത്രി സ്നാനപ്പെട്ടേ പറ്റത്തുള്ളൂ. You need to be baptized എന്റെ tonight. പാസ്റ്റർ, ഞങ്ങൾ എവിടെ യോഗത്തിന് എന്നാൽ ഇതേ ഉള്ളല്ലോ പ്രശ്നം. Hey pastor, when no matter where we go, that's all they talk about. ഉടനെ സ്നാനം പറയുക.
they talk about that. ഒരു സഭയിൽ അപ്പച്ചൻ എപ്പോഴും ഇങ്ങനെ സ്നാനം പ്രസംഗിക്കും. There was a grandpa who always preached. പ്രായമുള്ള പാസ്റ്റർ. He was an old man. കൊച്ചു പിള്ളേരെല്ലാം കൊണ്ട് എഴുതി കൊടുത്തു. All the children wrote and gave എന്റെ him. അപ്പച്ച ഞങ്ങൾക്ക് പഴയ നിയമത്തിലെ പ്രസംഗിക്കണം, ഉൽപ്പത്തിന്ന് പ്രസംഗിക്കാൻ പറഞ്ഞു. Old man, will you please preach from Genesis? പിള്ളേരെ വിചാരിച്ചു ഉൽപ്പത്തി സ്ഥാനമൊന്നുമില്ലെന്നാണ്. He kind of thought, oh, in Genesis there's അപ്പൊ ഉൽപ്പത്തി 1 ഒന്ന് പ്രസംഗിച്ചു. He started from Genesis ആദിയിൽ 1:1. ദൈവം ആകാശം ഭൂമി In സൃഷ്ടിച്ചു. the beginning God created the heavens and the earth. ഭൂമി പാഴായ ശൂന്യമായ The earth was void and വെള്ളത്തിന്മീതെ ദൈവത്തിന്റെ and ആത്മാവ്. the Spirit of the Lord hovered over the കണ്ടോ earth. വെള്ളം കണ്ടോ? Did you see water? അപ്പത്തിന് വെള്ളം കിട്ടി പിന്നെ സ്നാനമായില്ലയോ? When he saw water, he talked about baptism. എവിടെ തൊട്ടാലും സ്നാനം വരും. No matter where you go, you have baptism. സ്നാനമില്ലാത്തൊരു ആത്മീയ ജീവിതം ഇല്ല. There is no spiritual life. അവന്റെ മരണത്തിൽ പങ്കാളിയാകാൻ, You need to participate in the അവന്റെ death of the മരണത്തോട് അനുരൂപപ്പെടാൻ You സ്നാനപ്പെട്ടേ മതിയാകത്തുള്ളൂ. need to be baptized. സ്നാനപ്പെട്ടേ You മതിയാകത്തുള്ളൂ. need to be baptized. നീ പുതുതായി ജനിച്ചില്ല എങ്കിൽ If you do not be born again, ദൈവരാജ്യം കാണുകയില്ല. you won't see the kingdom of heaven. വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ലെങ്കിൽ If you're not born from the water and blood, ദൈവരാജ്യത്തിൽ കടക്കത്തില്ല. you won't enter into the വീണ്ടും kingdom of ജനിച്ച heaven. ദൈവരാജ്യം കാണാം. If you're born again, you'll see the kingdom of heaven. സ്നാനപ്പെട്ട ദൈവരാജ്യത്തിൽ കടക്കാം. If you be baptized, you can enter it. കണ്ടാ മതിയോ ഇന്ന് രാത്രി കടക്കണം. You want to just see it, you want to enter. വീണ്ടും ജനിച്ചു മാത്രം ഇരിക്കരുത്. Just don't be born again. സ്നാനപ്പെട്ടവന്റെ രാജ്യം അവകാശമാക്കണം. Take hold of it. സ്നാനപ്പെട്ടവന്റെ രാജ്യം അവകാശമാക്കണം. Take hold of the kingdom. ഇന്ന് രാത്രി ആ തീരുമാനമെടുക്കാതെ ഇവിടെ ഇറങ്ങി Don't പോകരുത്. go away without making a ഇനി decision. അധിക സമയം നമ്മുടെ മുൻപിലില്ല. You don't have much time at ലോകം all. കത്തി ചാമ്പലായി കൊണ്ടിരിക്കുകയാണ്. The world is burning away. അതിനു മുൻപേ നീ ദൈവരാജ്യത്തിന്റെ അംഗമാകണം. You need to be a member of the kingdom of God. ദൈവദൂതന്റെ തട്ടുകേട്ട് The tap of the angel. ഏലിയാവ് എഴുന്നേറ്റു. Elijah woke up. അവൻ കൊടുത്ത ആഹാരം കഴിച്ചു. Yet what the angel had to give. നഷ്ടപ്പെട്ട മുഴുവൻ ബലം അവന്റെ മേൽ പകർന്നു. He was restored to his full strength. ഹോരേബ് വരെ പോകാനുള്ള ബലം കിട്ടി. He was strong enough to run to Horeb. ഹോരേബ് വരെ പോകാനുള്ള ബലം He കിട്ടി. went all the way to Horeb. ചില സമയത്തെല്ലാം നഷ്ടപ്പെട്ടവനായി നഷ്ടപ്പെട്ടവളായി There are times when you lose everything. ഇനി ജീവിക്കണമെന്ന് ചിന്തിച്ചു കിടക്കുമ്പോഴും You wonder if you should live anymore. നിന്നെ തട്ടിയ ദൈവത്തിന്റെ കരം നീ മറക്കരുത്. Don't forget the hand of ഒരു God. തട്ട പിന്നെ നിന്നെ എഴുന്നേൽപ്പിച്ചത്. It was his hand that ഒരു തട്ട lifted. പിന്നെ നിന്നെ എഴുന്നേൽപ്പിച്ചത്. His hand that lifted. ഒരു തട്ട പിന്നെ നിന്നെ It was എഴുന്നേൽപ്പിച്ചത്. his hand that lifted you. അവൻ തട്ടുന്നത് എന്തിനാണെന്നറിയാമോ? Oh, why he taps you. തിരിഞ്ഞങ്ങോട്ട് കിടക്കാനല്ല, Not for you to sleep. എഴുന്നേറ്റ് പ്രാർത്ഥിക്കാനാ. It's for you to wake up and അവരുടെ pray. രാത്രി വന്ന് തട്ടുന്നത് എന്തിനാണെന്നറിയാമോ? See at night. തിരിഞ്ഞങ്ങോട്ട് കിടക്കാനല്ല, Turn away and sleep. ഇങ്ങോട്ട് കിടക്കാനല്ല. Turn away and നീ sleep. അങ്ങനെ കിടന്നാൽ If you sleep, ദൈവം വേറൊരാളെ പോയി തട്ടും. God will tap someone നിന്റെ else. വിടുതലാ നഷ്ടപ്പെടുന്നത്. You lose your deliverance. ദൈവപ്രവൃത്തി നിന്നു പോകത്തില്ല. God's word will not stop. എന്നെ തട്ടുമ്പോൾ When God touches me, ഞാൻ നിമിത്തം വേറൊരാൾ വിടുവിക്കപ്പെടണം. because of me, somebody else needs to be ഞാൻ free. വിടുവിക്കപ്പെടണം. I need to be free. നഷ്ടപ്പെട്ട ഏലിയാവിന്റെ മുഴുവൻ ഉന്മേഷവും തിരിച്ചു കിട്ടി. Elijah was restored to the entirety of his ആ strength. ഒറ്റ തട്ടവനെ ഹോരേബ് വരെ കൊണ്ടെത്തിച്ചെങ്കിൽ One tap took him all the way to Horeb. ഒരൊറ്റ ദൂത് മതി നിന്നെ നിത്യത വരെ കൊണ്ടെത്തിക്കാൻ. It is only one message that will take ഒരൊറ്റ you to eternity. സന്ദേശം നിന്റെ അകത്ത് കയറിയാ If one message gets inside you, മുഴുവൻ തളർച്ചയും മാറും. your weakness will നിന്റെ go. മുഴുവൻ ക്ഷീണവും മാറും. Your devastation നീ will ഇവിടെ go. ഒതുങ്ങി കിടക്കാനുള്ളവനല്ല. You're not called to just hang നീ around ഇവിടെ here. ചുരുണ്ടി കിടക്കാനുള്ളവനല്ല. You're not called to just hang about here. ചില രാജാക്കന്മാരെ നീ എഴുന്നേൽപ്പിക്കണം. God wants you to raise ചില up the പ്രവാചകന്മാരെ നീ എഴുന്നേൽപ്പിക്കണം. God wants you to raise up the നിന്റെ വിളി മറന്ന് ഉറങ്ങരുതോ. Don't forget your calling and sleep away. എത്ര പെട്ടെന്ന് ദൈവമക്കളെ ചുരുണ്ടു പോകുന്നറിയാമോ? How quickly we curl up. ചില ദൈവമക്കളെ ഞാൻ കണ്ടിട്ടുണ്ട്. I've seen some people. ഭയങ്കര ആവേശത്തോടെ മുമ്പോട്ട് വരും. They come with great enthusiasm. 10 മണിക്കാരോടും 9:45 ആലയത്തിൽ വരും. 10 o'clock service, they're there at 9:45. എന്നാ പിന്നെ ആരോടും മിണ്ടത്തില്ല. When they come, they don't talk to no one. സ്തോത്രം സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കും. They keep praying. പാട്ട് പാടാൻ അവസരം കൊടുത്ത് ചാടിപ്പാടും. The minute to sing, they sing away. പ്രാർത്ഥിക്കാൻ അവസരം കൊടുത്ത് ആത്മാവിൽ പ്രാർത്ഥിക്കും. Oh, when they're to pray, they pray in the spirit. പക്ഷെ 2 മാസം കഴിയുമ്പോൾ 2 months later, 10:15 വരത്തുള്ളൂ. they come at 10:15. മുമ്പിൽ എങ്ങും കാണത്തില്ല. They won't be in the front. ഏറ്റവും പറയുക ഭിത്തി നോക്കിയിരിക്കും. They look for a wall and sit in the എല്ലാം corner. നഷ്ടപ്പെട്ടു. I've lost it all. എന്റെ ബ്രദറെ, What happened? എന്താ സിസ്റ്ററെ? Oh, അത് നമ്മുടെ ഒരു മലയാളി ഭാഷയാണല്ലോ. that's the way we speak. എങ്ങനെയുണ്ട്? That's എങ്ങനെ how. പോകുന്നു? How are you? ഈ പറയാനല്ല ദൈവം നമ്മളെ God വിളിച്ചത്. didn't call you to say oh and ദൈവം നടത്തുന്നു. God led you. അത്ഭുതകരമായിട്ട് ദൈവം നടത്തുന്നു. God leads you miraculously. ദൈവം സന്തോഷമായിട്ട് നടത്തുന്നു. God leads with joy. അത് പറയാനാണ് ദൈവം നമ്മളെ വിളിച്ചത്. That's why God called you. അല്ല എങ്ങനെ? എന്തുകൊണ്ട് സിസ്റ്ററെ? ചിലരുടെ ഫോണിനകത്ത് അങ്ങോട്ട് പ്രൈസ് ദി ലോർഡ് ഉടനെ പറയും അങ്ങോട്ട് പ്രൈസ് ദി ലോർഡ് പറയാം. എന്നാണല്ലോ വിളിച്ച പ്രൈസ് ദി ലോർഡ് പറയാനാ. You
say praise the Lord on the phone. Some people say, you've got to say praise the ഞാൻ Lord as പിന്നെ well. പറയും praise the Lord. I again repeat, praise the Lord. ഞാൻ പിന്നെ പറയും praise the Lord. I say praise the Lord again. അപ്പൊ പുള്ളിക്ക് മനസ്സിലായി കാണും. And then the penny drops. ഉടനെ പുള്ളി പറയുന്നത് കേട്ടിട്ടുണ്ടോ? Then guess what? praise the Lord pastor. Praise the Lord. എന്നാലും വാഴകൾ ഇത് പോകത്തില്ല. Even then, doesn't go away. ഈ അകത്ത് ആത്മാവ് ഉണ്ടെങ്കിലേ ഒരാൾ praise the Lord പറഞ്ഞാൽ praise the Lord പറയത്തുള്ളൂ. It's only when the Spirit of God is within you, when somebody says praise the Lord, you respond. ഒരേ അനുഭവം ഉള്ളവർ ഒന്നിച്ചു കൂടണം. If you have an experience, you can go with it. ഈ എലിസബത്തും മറിയം കൂടെ ഒന്നിച്ചു കൂടിയപ്പോ രണ്ടുപേരും ആത്മാവിലായി. When Elizabeth and Mary got together, they were both in the Spirit. എലിസബത്തിന്റെ പ്രശ്നം എന്താണെന്നറിയാമോ? You know the problem with Elizabeth? വാർദ്ധക്യത്തിൽ ഗർഭം ധരിച്ചു. She was pregnant in her old age. മറിയയുടെ പ്രശ്നം എന്താണെന്നറിയാമോ? Problem with Mary? വിവാഹത്തിന് മുമ്പ് ഗർഭം ധരിച്ചു. She was pregnant before marriage. രണ്ടുപേരുടെ ഒരു പ്രശ്നമാണ്. Both have one problem. ഇവർ രണ്ടോട് മുട്ടിയപ്പോ ആരാധന വെളിപ്പെട്ടു. And when they both got together, they worship. വിഷയത്തിലൂടെ കടന്നു പോകുന്ന രണ്ട് ദൈവങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കായിരുന്ന ഭയങ്കര വിടുതലാണ്. People going through similar situations get together, there is deliverance there. അല്ലാതെ അനുഭവം ഇല്ലാത്തതിനടുത്ത് ആരാധിക്കാൻ വന്നിരിക്കരുത്. Don't come to worship if you've no experience. നോക്കണം എവിടെ ഇരിക്കാൻ പോകുന്നത്. Make sure you sit in the right place. എടുത്ത് ആരാധിക്കാൻ കയറി ഇരിക്കരുത്. Don't sit with someone who's ചൊരിക്കുന്നതിനടുത്ത് ഊന്നിയിരിക്കണം. sit with people who worship God. കൈ ഓർത്ത് പിടിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ പോക്കറ്റ് കേട്ടോണ്ടിരിക്കുക. If you say let's join hands and pray, they put their hands in their pockets. അപ്പൊ മറ്റേ നോക്കുമ്പോൾ അവന്റെ പോക്കറ്റ് ഇരിക്കുക കൈ. And the other guy has his hand in his അപ്പുറത്തോട്ട് pocket. പോയി വേറെ കൈ പിടിക്കേണ്ടി വരും. And then he is bored and looking for another hand. ഈ അന്തരീക്ഷം എല്ലാം അങ്ങ് മാറും. Hey, change this way. നമ്മുടെ ഉള്ളിൽ ഒരു ജീവൻ ഉണ്ടാകും. Let there be life. നഷ്ടപ്പെട്ടത് മടക്കി തരാൻ ദൈവപുത്രൻ God വന്നിട്ടുണ്ട്. is coming to retrieve നഷ്ടപ്പെട്ട ഉന്മേഷം മടക്കി തരാൻ ദൈവപുത്രൻ വന്നിട്ടുണ്ട്. your joy back. Praise God. നഷ്ടപ്പെട്ട ആത്മീയ ബന്ധം, The relationship you lost, നഷ്ടപ്പെട്ട നമ്മുടെ ഉന്മേഷ ഉത്സാഹവും, the passion and the motivation that you lost, നഷ്ടപ്പെട്ട നമ്മുടെ ഭൗതിക വസ്തുക്കളെ, the worldly things that you lost. ഇതെല്ലാം മടക്കി തരാനാ ദൈവപുത്രൻ വന്നത്. The Son of God came that he might give it all back. നിന്റെ ജീവിതത്തിൽ എന്തും നഷ്ടപ്പെട്ടോ, What did you lose? നീ ആരോടും ഇത് പറഞ്ഞിട്ടില്ലെങ്കിലും Even if you've not told it to anyone നഷ്ടത്തെ else. നോക്കി സംസാരിക്കുന്നവനാ കർത്താവ്. Here is a God who looks at your loss and speaks. 12 വർഷമായി 12 years. ശരീരത്തിൽ നിന്ന് ജീവന നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. She loses life from her body. ജീവൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. Life she loses. മുഴുവൻ ജീവനും പൊക്കോണ്ടിരിക്കുകയാ. Life is ebbing away from her. ഇപ്പോൾ അവളുടെ തേജസ് പോയി, Her glory is gone. ഓജസ് പോയി, Her radiance is അവളുടെ gone. ആരോഗ്യം പോയി, Her strength is അവളുടെ gone. സൗന്ദര്യം പോയി, Her beauty is അവളുടെ gone. ധനം പോയി, Her money is അവളുടെ gone. ജീവനും പൊയ്ക്കൊണ്ടിരിക്കുകയാ. Life is ebbing away. നഷ്ടമുള്ള പട്ടിക മാത്രമേ അവർക്ക് പറയാനുള്ളൂ. Only a stories of loss to be എന്നാൽ told. അവൾ തീരുമാനിച്ചു, But she decided നഷ്ടപ്പെട്ടതിനെ മടക്കി തരാൻ കഴിവുള്ള there is somebody who can give it back. ഒരുവൻ ഇവിടെ ഉണ്ട്. There is somebody, there's only one. ഞാൻ അവനെ തൊടാൻ I തീരുമാനിച്ചിരിക്കുന്നു. have decided to touch him. അവനെ തൊട്ടപ്പോൾ When she touched him, അവൻ കയ്യിൽ നിന്നൊരു ശക്തി വന്നപ്പോ power came out of him. നഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന ജീവൻ The light that was ebbing out of her അവളിലേക്ക് മടങ്ങി വന്നു. returned back into her. ഒരൊറ്റ സ്പർശനം, Just one touch. ഒരൊറ്റ സ്പർശനം. Just one touch. ആരെങ്കിലും അല്ല, Nobody else. സ്പർശിക്കേണ്ടവനെ തന്നെ The one who needed to be touched സ്പർശിക്കേണ്ട സമയത്ത് at the right time. തൊട്ട് കഴിഞ്ഞപ്പോ When she touched, അവളുടെ മേൽ ജീവൻ വന്നു. power came into him. നഷ്ടങ്ങളെ മടക്കി തരുന്നവനാ There's a God who returns what you lose. ദൈവത്തിന് ഒരു നഷ്ടം മടക്കി തരാൻ ഒത്തിരി സമയമൊന്നും വേണ്ട. God doesn't need much time to return. ദൈവഹിതപ്രകാരം ഒരു നഷ്ടം സഹിച്ചെങ്കിൽ If you suffered a loss in His will, അവൻ അതെല്ലാം മടക്കി തരുന്നവനാ. He can restore it to you. 3 ദിവസം എന്റെ ജനം വെള്ളം കിട്ടാതെ വിശന്ന് നടന്നു. 3 days, God's people had no water. കിട്ടിയത് മാറാ, All they got was a rock. പക്ഷെ ആ നഷ്ടം കർത്താവ് തിരിച്ചടിച്ചു. God was able to restore the loss. അവരെ ഇരുട്ടിയത് എവിടാന്നറിയാമോ? And you know where He made them? 12 നീരുറവയുടെ അടുത്താ. Near 12 3 ദിവസം വെള്ളം കിട്ടാതെ പോയെങ്കിൽ 3 days, no water. ആ കടം കർത്താവ് തീർത്തു. God will make up for that loss. ഞാൻ ഓർത്ത് എന്തിനാ 12 Why did God need 12? ഒരെണ്ണം തുറന്നാ പോരായോ? Wasn't one spring good enough? അവരെ നന്നായി അറിഞ്ഞിട്ട് തന്നെ കർത്താവ് ചെയ്തേ. God knew them well enough. അതാണ് 12 ഗോത്രമുണ്ട്. 12 tribes. ഒരെണ്ണം തുറന്ന് അവിടെ കിടന്ന് അടി വെക്കും. If they God only had one spring, they'll all fight. കാരണം അവരെ വ്യക്തമായി കർത്താവ് അറിഞ്ഞതാ. God knows them distinctly. നിങ്ങൾ അവരുടെ യാത്ര മൊത്തം പഠിച്ചറിയാം. If you read through their journeys, ചെങ്കടലിൽ കടന്നപ്പോ ഉണങ്ങിയ നിലത്തൂടെ പോയെന്നാ. Red Sea, they walked through dry land. ഒരല്പം ചെളി ഉണ്ടായിരുന്നെങ്കിൽ, Even if there was a bit of mud, അല്പം ചെളി ഉണ്ടായിരുന്നെങ്കിൽ bit of dirt, അവർ അവിടെ നിന്ന് ചവിട്ടി കുഴച്ചേനെ. they'd muck about there. കാരണം ആ പരിശീലനം അപ്പുറത്ത് കിട്ടിയതാ. That's what they're used to in Egypt. കഴിഞ്ഞ 400 വർഷം ചവിട്ടിക്കുഴപ്പായിരുന്നല്ലോ. 400 years, that's all they did. അത് അവരുടെ അകത്തുനിന്ന് മാറിയിട്ടില്ല കർത്താവ് അറിയാം. God knew that it hadn't gone out of them. ഉണങ്ങിയെടുത്തോടെ കർത്താവ് വിട്ടത്. God made sure they had dry land. ദൈവം നല്ല സ്ഥലത്തൂടെ നിന്നെ വിടും.
വിടത്തുള്ളൂ. God will only lead you to green ഒരിക്കലും നീ pastures. പിന്മാറിപ്പോകാത്ത സ്ഥലത്തൂടെ ദൈവം നിന്നെ God will നടത്തുള്ളൂ. only take you places where you will not turn back. നിനക്ക് 12 നീരുറവെന്നതിന് ദൈവത്തിന് അർത്ഥമുണ്ട്. God knows when to give you ഓരോ ഗോത്രം ഓരോ നീരുറവെന്ന് കുടിച്ചോ. every tribe drinks of a spring. എന്റെ നാമത്തിന് വേണ്ടി നീ ഒരു നഷ്ടം സഹിച്ചെങ്കിൽ If you suffered a loss for my sake, ഞാനത് മടക്കി തരുന്നവനാ. I am one who will restore it to you. യോബിനോട് ചോദിച്ചാൽ പറയും, Ask Job. എന്റെ വാസേ, Hey pastor, ഈ പുള്ളി മടക്കി തരുന്നവനല്ല, it's not a God who just restores. പലിശ കൂട്ടി തരുന്നവനാ. He gives you with it. പലിശ കൂട്ടി തരുന്നവനാ. Gives you with interest. അവൻ തന്നപ്പോ പലിശ കൂട്ടിയാ തന്നത്. When he gave me with interest. സാത്താൻ പോലും പിന്നെ ചെന്നൊരു കംപ്ലൈന്റ് പറഞ്ഞെന്നാ പറയുന്നത്. It says Satan then mentioned complaint. എന്റെ ദൈവമേ, My God, നീ ഇങ്ങനെ എല്ലാം ഇരുട്ടി കൊടുക്കുന്നുണ്ടായിരുന്നേ ഞാൻ വഴക്കുണ്ടാക്കാൻ പോകുന്നില്ലായിരുന്നു. if I knew you were going to give him twofold, I wouldn't have caused the trouble. അങ്ങനെയുണ്ട് ധൈര്യമായിട്ട് വിശാലിനോട് പറയാം. Hey, be bold and tell നിനക്ക് me. നഷ്ടം വരുത്താൻ പറ്റുമെങ്കിൽ വരുത്തണം. If you can bring me losses, do നിനക്ക് it. നഷ്ടം വരുത്താൻ പറ്റുമെങ്കിൽ എന്റെ വീട്ടിൽ വരുത്തിക്കോ. Bring me losses, do it. ഞാൻ സേവിക്കുന്ന ആരെയാണെന്നറിയാമോ? You know who I serve. പലിശ കൂട്ടി മടക്കി A തരുന്നവനെ. God who gives me പലിശ twofold. കൂട്ടി മടക്കി A തരുന്നവനെ. God who gives me with interest. എനിക്ക് പലിശ കൂട്ടി മടക്കി തരുന്നവനെയാണ് ഞാൻ സേവിക്കുന്നത്. I serve one who gives me with interest. ഒത്തിരി സമയമൊന്നും വേണ്ട. He doesn't need a lot of time. ഒത്തിരി സമയം വേണ്ട ദൈവത്തിന് മടക്കി തരാം. God doesn't need a lot of time. ഒറ്റ രാത്രി മതി. ഒറ്റ രാത്രി. One night. പത്രോസിനോട് ചോദിച്ചാൽ പറയും, Peter. ഒറ്റ നേരം കൊണ്ട്, One moment. ഒറ്റ വീശുകൊണ്ട് One moment. എന്റെ ഒരു രാത്രിയിലെ മുഴുവൻ നഷ്ടം, The loss for an entire night. ഇല്ല എന്റെ മുക്കുവ ജീവിതത്തിൽ ഞാൻ പിടിച്ചിട്ടില്ലാത്ത മീൻ He got the biggest catch in his entire career. ഒറ്റ വാക്കിന്റെ മുമ്പിൽ എനിക്ക് സംഭവിച്ചു. In a word, എന്റെ നഷ്ടം അവൻ നികത്താൻ തീരുമാനിച്ചാൽ once he decides to make up for your loss, അവൻ നഷ്ടം നികത്തി തരുന്ന ദൈവമാണ്. he's a God who restores your loss. സന്ദേശത്തിന്റെ പ്രധാന ഭാഗത്തേക്ക് കടക്കും. We come to the main part of our message. നിങ്ങൾ ഇങ്ങനെ ഇരുന്ന് തന്നാൽ If you keep sitting like that, നമുക്കൊരു 11 മണി വരെ പോകാം. we can preach till 11. നിങ്ങൾ ആരെങ്കിലും ഒരാൾ ഉറങ്ങി കാണിച്ചാൽ If one of you sleeps, ഞാൻ 15 മിനിറ്റ് കഴിയുമ്പോൾ ദൂത് നിർത്തും. I'll stop in 15 minutes. എന്ത് വേണമെന്ന് നിങ്ങൾ തീരുമാനിച്ചോ. You decide what you want to do. യേശുക്രിസ്തു Jesus Christ 3 നഷ്ടത്തെ കുറിച്ച് പറഞ്ഞു. talk about 3 losses. നഷ്ടപ്പെട്ട ആട്, The lost sheep, നഷ്ടപ്പെട്ട ദ്രഹ്മ, the lost coin, നഷ്ടപ്പെട്ട മകൻ. the lost son. ഈ 3 നഷ്ടത്തിലും In all these 3 losses, 3 വീട്ടിലും സന്തോഷമുണ്ട്. there was joy in all 3. നഷ്ടപ്പെട്ട ആടിനെ കിട്ടിയപ്പോൾ ഇടയൻ സന്തോഷിച്ചു. The shepherd rejoiced when the sheep was found. നഷ്ടപ്പെട്ട ദ്രഹ്മ കിട്ടിയപ്പോൾ ആ സ്ത്രീ സന്തോഷിച്ചു. The lady rejoiced when the coin was found. നഷ്ടപ്പെട്ട മകൻ വന്നപ്പോൾ ആ വീട്ടിൽ സന്തോഷിച്ചു. When the lost son came back, the household ഈ rejoiced. 3 സന്തോഷമുണ്ട്. പക്ഷെ ഒരുത്തൻ മാത്രം സന്തോഷിച്ചിട്ടില്ല. There was joy all across, but there was one who wasn't too happy. അവന്റെ പേരാ മൂത്തവൻ. His name was Elder Man. എല്ലായിടത്തും ഉണ്ട് കുറെ മൂത്തവന്മാര്. There are some elder people everywhere. എന്തോ നടന്നാലും അവർ സന്തോഷിക്കാല്ല. No matter what, these elders ഈ are not happy. കൺവെൻഷനിലും ശരിയായിട്ട് സന്തോഷിക്കുന്നില്ല. There are some elders who are still ഏതാണ്ട് ഉടക്കൊക്കെ കണ്ടുപിടിച്ചോണ്ടിരിക്കുക. they're finding some fault somewhere. അടുത്ത ഞായറാഴ്ച അതിനെ കുറിച്ച് പറയാനായിട്ട്. Next Sunday we'll sort of അവന് മാത്രം സന്തോഷമില്ല. They're the only ones who are not happy. യേശു പെസഹ ഒരുക്കിയപ്പോഴും When Jesus fulfilled the Passover, 11 സന്തോഷമുണ്ട്. 11 of them were happy. ഒരുത്തന് സന്തോഷമില്ല. One wasn't too happy. ഏത് മാസയോഗം നടത്തിയാലും, No matter what meeting ഏത് you കൺവെൻഷൻ നടത്തിയാലും, no matter what എന്റെ convention you പാസ്റ്റർമാരെ have, ഒരെണ്ണം സന്തോഷിക്കത്തില്ല. dear pastors, there'll be one who won't be happy. 17 വർഷമായിട്ട് ഇത് I've കാണുന്നുണ്ട്. been saying this for 17 years. അതവന്റെ പേരാ മൂത്തവൻ. The name is Elder. എല്ലാ സഭയിലും കുറെ മൂത്തവന്മാരുണ്ട്. In every church. അതൊരു ഭാരം തന്നെ. They're a pain. എനിക്ക് ഇളയ മോനാകുന്നതാ ഇഷ്ടം. I like to be a younger എനിക്ക് boy. ഇളയ മോനാകുന്നതാ I ഇഷ്ടം. like to be the younger one. അനുദപിക്കാൻ പറ്റുമല്ലോ, At least I can repent. കരയാൻ പറ്റുമല്ലോ, At least I can ഉള്ള cry. ക്ഷമ ചോദിക്കാൻ മനസ്സ് കാണുമല്ലോ. At least I'm willing to ഇതൊന്നുമില്ലാതെ വെളിയിൽ നിന്ന് വാദിക്കുന്നവരെ അല്ല ദൈവസഭയ്ക്ക് വേണ്ടത്. The church doesn't need somebody who stands out to അതിനകത്ത് argue. വരുന്ന ഇളയ മോനെ ആ സഭയ്ക്ക് വേണ്ടത്. We need the younger ones who will come in and repent. വാദിക്കുന്ന പിണങ്ങി നിൽക്കുന്ന മത്സരിയായ മൂത്തമാനെ അല്ല വേണ്ടത്. We don't need rebellious, angry, arguing older boys. ആട് നഷ്ടപ്പെട്ടു. The lost sheep. 100 ആടിൽ നിന്ന് 1 നഷ്ടപ്പെട്ടു. 100 sheep. One was lost. എനിക്ക് ആ ഇടയനെ ഇഷ്ടപ്പെട്ടു. I like the shepherd. നഷ്ടപ്പെടാത്ത 99 നോക്കി ഒന്ന് ചിരിക്കുന്നില്ല പുള്ളി. He doesn't look at the 99 and smile. നഷ്ടപ്പെട്ട 1 ഓർത്ത് കരയും. Rise at the thought of the one. ഒരു ദിറംസ് അല്ല പോയോ പാസ്റ്റേ. Hey, it's only ഒരു 1. പൗണ്ട്സ് അല്ല പോയിട്ടുള്ളൂ നമ്മുടെ കയ്യിൽ. Just 1 pound. 1 പൗണ്ടല്ല നഷ്ടപ്പെട്ടോളൂ. Just 1 pound. ഒരു കേടി കുവൈറ്റ് ദിനാറല്ല പോയോളൂ. 1 dinar. ബാക്കി പേഴ്സണുണ്ടല്ലോ. Rest you have. ബാക്കിയല്ല എന്റെ കാര്യം.
I don't care about പോയതൊന്നാ എനിക്ക് വലുത്. the one that I've lost is പോയതൊന്നാ എനിക്ക് വലുത്. the one that is lost is most important. അവന് വേണ്ടി ഞാൻ പോകും. I will go for it. ആ ഇടയൻ ഇറങ്ങാൻ തുടങ്ങി. The shepherd goes. ആ ഇടയൻ ഇറങ്ങി. The shepherd goes. 99 അവിടെ ആക്കിയിട്ട് He leaves the 99. നഷ്ടപ്പെട്ട ഒന്നിനു വേണ്ടി. He runs after the one that was lost. ഈ 3 നഷ്ടത്തിന് ഞാനൊരു വ്യാഖ്യാനം തരാം. I'll give you an interpretation of the 3 ആട് lost. നഷ്ടപ്പെട്ടത് മനഃപൂർവ്വമല്ല. The sheep that was lost wasn't intentional. ഒന്നുകിൽ തീറ്റ തിന്നുപോയ കൂട്ടത്തിൽ അബദ്ധത്തിൽ കുഴി വീണതാ. While eating and running, he just fell into the ditch. അത് അതിന്റെ മനഃപൂർവ്വം എടുത്തിയാടിയതല്ല. It wasn't intentional. ദ്രഹ്മ നഷ്ടപ്പെട്ടത് അത് ഇടയനും അറിഞ്ഞിട്ടില്ല. ആട് മനഃപൂർവ്വം പോയതുമല്ല. ഇടയന്റെ കുറ്റമല്ല, ആടിന്റെ കുറ്റമല്ല. The coin that was lost wasn't the shepherd's fault, nor the sheep's fault. ഒന്നീ പ്രലോഭനങ്ങൾ നിമിത്തം ആരെങ്കിലും ചതിച്ചോ വഞ്ചിച്ചോ പോയതായിരിക്കാതെ. Somehow that was lost. പക്ഷെ ദ്രഹ്മ പോയത് ഈ സൂക്ഷിപ്പുകാരന്റെ കുഴപ്പമുണ്ട്. The coin that was lost, ഞായറാഴ്ച ഏതാണ്ട് കുത്തി പ്രസംഗത്തിൽ പറഞ്ഞു പോയത്. it was the fault of the guy who held on to it. Oh, I didn't like the preach. ഒന്ന് വിസിറ്റ് ചെയ്യാൻ തിരിച്ചു പോരും. Oh, you didn't visit me, so I'm അല്ലെ going. പാസ്റ്റർ ഒരു ഫോണിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. Oh, pastor, you didn't call me. I'm പാസ്റ്റർ going. എന്നെ ഒന്ന് വിളിച്ചാൽ ഞാൻ അങ്ങ് വന്നേക്കാവുള്ളൂ. Pastor calls me. I'm അങ്ങനെയുള്ള going to ചില church. ദ്രഹ്മകളുണ്ട്. There are some coins like that. ആ ദ്രഹ്മ വലിയ വേണം നമ്മളൊന്ന് വിളക്കെത്തിച്ച് കാര്യങ്ങൾ തിരിച്ചും പോരും. If you put a lamp out, the coin will come പക്ഷെ back. വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന ചില പുള്ളികളുണ്ട്. There are some who walk out. അവരുടെ പുറകെ അപ്പം പോയിട്ടില്ല. The father didn't go after them. പോകാതിരിക്കുന്ന നല്ലത്. It's better you don't. കാരണം അവൻ മടങ്ങി വരുന്നിടം വരെ വെയിറ്റ് ചെയ്യണം. But wait till they come. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. Keep praying ഒരു മടങ്ങി വരെ ഉണ്ടാകാൻ. for him to ഒരു return. മടങ്ങി വരെ ഉണ്ടാകാൻ. For him to return. അവന് സമയം വരുമ്പോൾ മടങ്ങി വരും. When it is time, ഈ he will വീട്ടിൽ come കിട്ടിയ back. ആഹാരം അവന് ഓർമ്മ വരും. He will remember the food. ഈ അപ്പൻ അവന് വേണ്ടി കഷ്ടപ്പെട്ടത് അവന് ഓർമ്മ He വരും. will remember the labor of the father. ഈ വീട്ടിലെ സന്തോഷം അവൻ ഓർക്കുന്ന He will ദിവസം remember വരും. the joy of the household. ഇപ്പോഴത്തെ സന്തോഷം നിന്നു പോകുന്നതാ. The joy that you now have can stop. അവൻ മടങ്ങി വന്നാൽ When he comes, അവനെ നമ്മൾ സ്വീകരിക്കണം. we will accept him. പക്ഷേ ഈ നഷ്ടപ്പെട്ട ആടിന് വേണ്ടിയിട്ട് For the lost sheep, അപ്പൻ പോവുക. the father goes. ഇടയൻ പോവുകയാണ്. The shepherd goes. ഇടയൻ ഇങ്ങനെ ആടിനെ മനസ്സിലാകുന്ന ഒരു ഭാഷയിൽ വിളിച്ചുകൊണ്ട് പോവുകയാണ്. The shepherd talks in a language that the sheep would understand. ആട് ഒരു കുഴിക്കകത്ത് വീണു. The sheep lies in a ditch. അവിടെ കിടന്ന് അലറി കരയുന്നുണ്ട്. And it cries. നഷ്ടപ്പെട്ടത് എപ്പോഴും നിലവിളിച്ചുകൊണ്ടിരിക്കും. Whatever is lost will always cry. നഷ്ടപ്പെട്ടതാണെന്നുള്ളൊരു ബോധ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ If you know you are lost, നിങ്ങൾ ഇതൊരു നിലവിളി ഉയർന്നുകൊണ്ടിരിക്കും. you will not stop ആ crying. നിലവിളി ഇങ്ങനെയാണ്. And this is അയ്യോ how, ഞാൻ അരിഷ്ട മനുഷ്യൻ. oh, I'm a wretched man. ഞാൻ ഈ മരണത്തിനധീനമായ കുഴിയിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും. Who will save me from this ഈ wretched body? മരണത്തിനധീനമായ പാതാളത്തിൽ തന്നെ ആർ വിടുവിക്കും. Who will save me from this death-ridden body? മുള്ളുകൾ നിറഞ്ഞ കുഴിയാണ്. A pit full of thorns. മുള്ളുകളെ ആടിന്റെ ദേഹത്ത് കൊണ്ട് കയറിയിട്ടുണ്ട്. There are thorns on the sheep. ഒരു തേള് അവിടെ കിടപ്പുണ്ട്. There is a scorpion. ഒരു പാമ്പ് പത്തി വിടർത്തിയ കുഴിയിലുണ്ട്. There is a snake in the pit. പത്തി വിടർത്തി നിൽക്കുന്ന പാമ്പ് ഏത് നിമിഷവും ഈ ആടിനെ കുത്തും. A snake that is ready to put its fangs in. ഈ ആടിനെ ആക്രമിക്കും. It can attack the sheep any moment. നിങ്ങൾ ഈ കരയിലേക്ക് നോക്ക്. Look at the shore. ഒരാളെ ഏണി ഇറക്കി കൊടുക്കുന്നു. Somebody's trying to put a ladder down. ഒരാൾ കയറിട്ട് കൊടുക്കുന്നു. Somebody puts a rope down. ഒരാൾ അഭിപ്രായം പറയുന്ന ആടെ ഇങ്ങോട്ട് പോ അങ്ങോട്ട് പോ. Somebody's giving him an opinion. Hey, sheep, move around. ആടിന് ഏണിയല്ല വേണ്ടത്. The shepherd doesn't need a ladder. ആടിന് കയറല്ല വേണ്ടത്. He doesn't need a rope. ആടിന് അഭിപ്രായമല്ല വേണ്ടത്. He doesn't need your opinion. ഈ പറയുന്നവരെല്ലാം കുറെ വർഷമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുക. These people have been about for years. ആടിപ്പോഴും കുഴിയിൽ കിടക്കുക. But the sheep is still in the അവിടെ ditch. കിടന്ന് നിലവിളിക്കുകയാണ്. You're crying out. എന്നാൽ അതാ വരുന്ന ഒറിജിനൽ ഇടയൻ. But there is an original shepherd. ഒറിജിനൽ ഇടയൻ ആടിന്റെ കരച്ചിൽ കേട്ടോണ്ട് വരികയാണ്. There is a shepherd who hears their cry. അപ്പോൾ എല്ലാവരും മാറിക്കൊടുത്തു. When the shepherd comes in, എല്ലാവരും മാറിക്കൊടുത്തു. everyone moves away. ഇടയന്റെ വേദന എന്തെന്നറിയാമോ? You know the pain in the heart of the shepherd. ഇടയൻ ഏണി ഇറക്കി കൊടുക്കാനല്ല വന്നത്. The shepherd didn't come with a ladder. കയറിട്ട് കൊടുക്കാനല്ല The വന്നത്. shepherd didn't come with a rope. കുഴിയിലേക്ക് എടുത്തു ചാടാനാ വന്നത്. The shepherd came to jump into the ditch. അതാണ് യേശുക്രിസ്തു ഈ ലോകത്തിൽ ചെയ്തത്. That is what Jesus did. പാപിക്കൊരു വഴി പറഞ്ഞു കൊടുത്തതല്ല. He didn't give a way for a sinner. ഏണി ഇറക്കി കൊടുത്തതല്ല. He didn't give a ladder for a sinner. ഈ പാപികളെന്ന താണ ലോകത്തിലേക്ക് അവർ ഇറങ്ങി വന്നു. He came
shepherd who sings that. He puts it on his shoulder. Hallelujah. ആടിന്റെ പാട്ട് കേട്ടോ, Listen to the song of the sheep. ആടിന്റെ ആരാധന കണ്ടോ. Listen to the worship of the sheep. ആടിപ്പോ എവിടെ കിടക്കുന്നതെന്ന് അറിയാമോ? Where is the sheep? ആട് പറയാ, ഒരിക്കൽ ഞാൻ കുഴിയിലായിരുന്നു, Oh, once I was ഒരിക്കൽ ഞാൻ പുള്ളിനിടയിലായിരുന്നു, Once I was among the ഇപ്പോൾ എന്റെ ഇടയന്റെ തോളേനാ ഞാൻ ഇരിക്കുന്നത്. Now I'm on my shepherd's shoulders. ഈ ആട് The sheep, ഇടയന്റെ തോളെ കിടന്ന് അങ്ങോട്ട് പോകുമ്പോ when he's on the shepherd's shoulder, ഒരു കാട്ടുചെന്നായ അവിടെ നിൽക്കുന്നു, there was a hyena, a wolf, ഒരു നായ അവിടെ നിൽക്കുന്നു. a dog, അതവിടെ നിന്ന് ആടിനെ നോക്കി കുരയ്ക്കുക, and they bark at the shepherd. ഭയങ്കര ശബ്ദത്തിൽ കുരയ്ക്കുക. They are fierce. കാട്ടുചെന്നായ ഇങ്ങനെ തുറിച്ചു നോക്കുക. They stare at the sheep. ഉടനെ ഈ ആട് എന്ത് ചെയ്തെന്നറിയാമോ? You know what the sheep said? തോളെ അങ്ങോട്ട് ചാടി എഴുന്നേറ്റ്, He stood up. എടാ നായേ, Hey dog, നീ എന്തിനാ എന്നെ നോക്കി കുരയ്ക്കുന്നേ? why do you look at me? എടാ ചെന്നായേ, Hey hyena, നീ എന്ത് എന്നെ ഇങ്ങനെ തുറിച്ചു നോക്കുന്നേ? what do you look at me for? എടാ നിന്റെ രാജാവിന്റെ വഴി കിടന്നാ ഞാനും, നിന്റെ രാജാവിന്റെ വായി കിടന്നാ ഞാനും. I was in the mouth of your king, അവിടുന്ന് ഇവൻ എന്നെ വിടുവിച്ചേ, and that's where God saved me. വിടുവിച്ചവന്റെ തോളല്ല ഞാനിപ്പോ കിടക്കുന്നേ. And I'm on the shoulder of my നിനക്ക് എന്നെ Savior. ഒന്നും ചെയ്യാൻ You പറ്റത്തില്ല. can do nothing to me. നിങ്ങൾ എന്തിനാ ആഭിചാരം കേൾക്കുമ്പോ പേടിക്കുന്നേ? Why do you feel നിങ്ങൾ afraid? എന്തിനാ കൂടുപാത്രം എന്ന് പറയുമ്പോ പേടിക്കുന്നേ? There's witchcraft. Why നിങ്ങൾ you എന്തിനാ scared? നേർച്ച എന്ന് പറയുമ്പോ പേടിക്കുന്നേ? Why you scared? അവിടുന്നൊക്കെ അവൻ വിടുവിച്ചോണ്ട് വന്നത്, Saved you from all harm. അവിടുന്നാ നിങ്ങളെ വിടുവിച്ചോണ്ട് വന്നത്. God rescued you from അവന്റെ തോളയിലാ കിടക്കുന്നത്. on the shepherd's shoulders. ധൈര്യമുള്ള പാടാൻ I use courageous. അവന്റെ തോളയിലാ നമ്മൾ കിടക്കുന്നത്. We are on his shoulder. ഇവിടുത്തെ ഒരു ശബ്ദം കേട്ടാലും പേടിക്കരുത്. Don't be scared of ഇവിടുത്തെ anything. പോരാട്ടം കണ്ട പേടിക്കരുത്. Don't be scared of any warfare. വിടുവിച്ചവന്റെ തോളയിലാ ഞാനിപ്പോ കിടക്കുന്നത്. I'm on my Savior's ഒരിക്കൽ ഞാൻ shoulder. കുഴിയിലായിരുന്നു, Once I was in a pit. ഒരിക്കൽ ഞാൻ പാപത്തിലായിരുന്നു, Once I was in sin. ഒരിക്കൽ ഞാൻ ശാപത്തിലായിരുന്നു. Once I was in പക്ഷെ curse. അവിടുന്ന് അവൻ എന്നെ വിടുവിച്ചു. But he rescued me. ഇപ്പൊ അവൻ എന്നെ കിടന്നിരിക്കുന്ന എവിടെയാണെന്നറിയാമോ? You know where I am now? അവന്റെ തോളയില. I'm on his shoulders. എന്താ തോളിന്റെ പ്രത്യേകത? What's the importance of a shoulder? ഒരു ഭക്തൻ A saint. പ്രാർത്ഥിക്കാൻ വിട്ടുമടക്കി. He bowed down to pray. അവൻ ആണ്ടവനോട് പ്രാർത്ഥിച്ചു, And he prayed to the saint. ഉടയവനോട് പ്രാർത്ഥിച്ചു, He prayed to the maker. ക്രൂശ് രൂപത്തെ അവൻ ധ്യാനിച്ചു. He meditated on the cross. യേശുവിന്റെ കൈകളിലുള്ള ആ ആണിപ്പാട് അവൻ ധ്യാനിച്ചു. He remembered the marks on Jesus' കാലിലുള്ള hands. മുറിപ്പാടുകൾ അവൻ ധ്യാനിച്ചു. He meditated on the hurt on Jesus' legs. വിലാപ്പുറത്തെ മുറിവുകൾ അവൻ ധ്യാനിച്ചു. He meditated on the തലയിലെ മുറിവുകൾ അവൻ ധ്യാനിച്ചു. He meditated on the wounds on his head. മുതുകത്തെ മുറിവുകളും ധ്യാനിച്ചു. Wounds on his back. അവനിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ And as he cried, യേശു അവന് വെളിപ്പെട്ടു. Jesus came up to him മോനെ, and said, Son, നീ കാണാത്തൊരു മുറിവുണ്ട്. there is a wound that you haven't seen. നീ കാണാത്തൊരു മുറിവ്. There is a wound that you haven't seen. അവൻ ആ അങ്കി അങ്ങോട്ട് മാറ്റി. And he removed ഈ തോളിലെ മുറിവ് the mark on his shoulder. പീലാത്തോസിന്റെ അരമനയെന്ന് In the palace of Pilate, ഗോൽഗോഥ വരെ when he walked to Golgotha, ആ പച്ച മരക്കുരിശ് വെച്ച് when he carried the വീണ്ടും shield, എഴുന്നേറ്റും വീണ്ടും എഴുന്നേറ്റും when he stumbled and fell, തോടുപോലൊരു മുറിവുണ്ട്. there is a scar on his shoulder. ആ മുറിവിലാ ഞാൻ നിന്നെ എടുത്തു വെച്ചേക്കുന്നത്. That's where I have kept you. ആ മുറിവിലാ ഞാൻ നിന്നെ ഇരുത്തിയിരിക്കുന്നത്. That's where I have kept you. ആ മുറിവിൽ രണ്ട് കാര്യമുണ്ട്. There are two things in that ആ scar. മുറിവിൽ നിന്നൊഴുകിയ രക്തം The blood from that wound നിന്റെ കടിച്ചുപത്തായ പാപത്തെ ഹിമം പോലെ വെളുപ്പിക്കും. cleanses and makes white your sin that is red as scarlet. ആ മുറിവ് നിനക്ക് രോഗശാന്തി വരുത്തും. That wound heals you. നിന്റെ പാപത്തിനും ശാന്തി, There is forgiveness for your sin. നിന്റെ രോഗത്തിനും ശാന്തി. There is healing for your sickness. എവിടെ വരുമ്പോൾ? Where? അവന്റെ തോളെ വരുമ്പോൾ. On his shoulders. ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. Would you close your eyes with me? ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. Would you stand up on your feet? ഹല്ലേലൂയ. Hallelujah. നഷ്ടപ്പെട്ടതിനെ That which is lost, മടക്കി തരാനാ to recover, restore. ദൈവപുത്രൻ വന്നത്. The Son of God came. ദൈവപുത്രൻ വന്നത് The Son of God came ഇന്ന് രാത്രി നഷ്ടങ്ങളോടുകൂടെ with losses. മടങ്ങിപ്പോകരുത്. Don't go back with your losses. അവസാനത്തതും ഏറ്റവും വലുതുമായ നഷ്ടം The first and the most important loss, ദൈവവും മനുഷ്യനുമായിട്ടുള്ള ആത്മീയ the ബന്ധം, relationship between God and man. അതവൻ മടക്കിയെടുത്തു. He restored that. രണ്ട് ഭൗതികമായ നഷ്ടങ്ങൾ Number two, your worldly അതവൻ loss. മടക്കി കൊടുത്തു. He restored that. മൂന്ന് നമ്മുടെ ഉന്മേഷവും ഉത്സാഹവും നഷ്ടപ്പെട്ടു പോകുന്ന Third, your സന്ദർഭങ്ങൾ passion and your motivation. അതവൻ മടക്കി തരുന്നവനാണ്. He restores that. നമ്മുടെ ജീവൻ പോലും നഷ്ടപ്പെട്ടു പോകുന്ന സന്ദർഭങ്ങളിൽ Times when even your life ebbs away from you. കർത്താവിനെ ഒന്ന് സ്പർശിക്കുമ്പോൾ അത് മടക്കി കിട്ടുകയാണ്. If you just touch him, he will restore life unto you. നഷ്ടങ്ങളുടെ പട്ടിക കർത്താവ് പറഞ്ഞു When you have a pedigree of losses,
horses കുഴിയിൽ കിടക്കുന്ന ആടിനെ രക്ഷിപ്പാൻ, to save the sheep that is in the ditch. ന്യായപ്രമാണം ഇറക്കി കൊടുത്ത ഏണിക്ക് കഴിഞ്ഞില്ല. When the ladder of the law couldn't do it. പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് കഴിഞ്ഞില്ല. When the high priestly ministry, യാഗത്തിനും വഴിപാടുകൾക്കും കഴിഞ്ഞില്ല. when sacrifices couldn't do it. ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ സാധിക്കാൻ Something that the law couldn't do. ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു. God sent his son to അവൻ man. വന്നപ്പോൾ ന്യായപ്രമാണം മാറിക്കൊടുത്തു. When the dog went away, പൗരോഹിത്യം മാറിക്കൊടുത്തു. the high priest moved away. അവൻ ആ കുഴിയിലേക്ക് ഇറങ്ങി. And he jumped into the ditch. മുള്ളുകൾ അവന്റെ മുതുക താഴി കയറി. All the thorns pierced his back. എങ്കിലും അവന് സന്തോഷമുണ്ട്. But there still he had joy. ആടിനെ ജീവനോടെ കിട്ടിയല്ലോ. Oh, I found the sheep നിന്നെ alive. ജീവനോടെ കിട്ടുന്നതാ കർത്താവിന്റെ സന്തോഷം. God, the Lord's joy is in finding you alive. രാത്രി കർത്താവില്ലാതെ നീ മടങ്ങി Don't പോകരുത്. walk away without the Lord. കർത്താവുമായിട്ടുള്ള ബന്ധം Your relationship with God. നഷ്ടപ്പെടുത്തി നീ മടങ്ങി പോകരുത്. Don't walk away having lost it. എന്നും നീ അവന്റെ ശബ്ദം കേൾക്കണം. You must hear his voice every ധൈര്യത്തോടെ പറയണം, എന്റെ ദൈവം മരിച്ചിട്ടില്ല. day. Say with അവൻ ഇന്നും എന്നോട് സംസാരിച്ചു. He speaks to അവൻ me. ഇന്നും എന്നോട് സംസാരിച്ചു. To me today. എനിക്ക് ദൈവ ശബ്ദം വേണം. I want to hear the voice of God. എനിക്ക് കർത്താവിനെ വേണം. I want the Lord. ഞാൻ നഷ്ടപ്പെട്ട വ്യക്തിയാ. I am lost. എന്റെ ഉത്സാഹം നഷ്ടപ്പെട്ടു പോയി. I've lost my passion. എന്റെ ധൈര്യം നഷ്ടപ്പെട്ടു പോയി. I've lost my courage. എന്റെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളുണ്ട്. I've lots of trouble. ഇന്ന് രാത്രി എനിക്ക് കർത്താവിനെ വേണം. I need എനിക്ക് ആ myself. നഷ്ടങ്ങളെല്ലാം മടക്കിയെടുക്കണം. I want to restore ആ myself. പ്രാർത്ഥനയ്ക്കായി തയ്യാറാകും. Who wants to pray? നിങ്ങളുടെ കരങ്ങൾ ദൈവസ്ഥനിൽ ഉയർത്തട്ടെ. Lift your hands up to God. പ്രാർത്ഥന ആവശ്യമുള്ളവർ കരങ്ങൾ ദൈവസ്ഥനിൽ You need ഉയർത്തട്ടെ. prayer. Lift your ഈ hands up to God. നഷ്ടപ്പെട്ട ബന്ധം എനിക്ക് മടക്കിയെടുക്കണം. I want to be ആ ഉയർത്തിയ restored. കരങ്ങൾ അങ്ങനെ തന്നെ ഉയർന്നിരിക്കട്ടെ. Keep it lifted നിങ്ങൾക്ക് up. വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്ന നിമിഷം വരെ നിങ്ങളുടെ കരങ്ങൾ Keep ഉയർന്നിരിക്കട്ടെ. your hands up until I pray for you. കർത്താവിനെ കൂടാതെ ഇറങ്ങി പോകല്ലേ. Don't walk away without the ഇന്ന് Lord. രാത്രി ഉറങ്ങി നാളെ എഴുന്നേൽക്കുമെന്ന് ഒരു ഗ്യാരണ്ടിയുമില്ല. There's no guarantee you will wake up tomorrow. ഞാൻ പിടിച്ച് പ്രസംഗിക്കുന്ന ഈ മൈക്കിന് ഗ്യാരണ്ടി ഉണ്ട്. There is guarantee for the mic that I preach on. പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന എനിക്ക് ഗ്യാരണ്ടി ഇല്ല. There's no guarantee for me. തീരുമാനമെടുക്കാതെ മടങ്ങി പോകരുത്. Don't walk away without a decision. ചാൻസായി നമ്മൾ മാറ്റിയെടുക്കുകയാണ്. This may be your last ഈ chance. സഭയുടെ 9ാമത് ആനുവൽ കൺവെൻഷൻ എന്റെ ജീവിതത്തിൽ വിടുതലായി മാറട്ടെ. The 9th annual convention may എന്റെ be a നഷ്ടപ്പെട്ട deliverance. ചിലത് മടക്കിയെടുക്കുന്ന രാത്രിയായി May മാറട്ടെ. be a night of restoration. എന്റെ നഷ്ടപ്പെട്ട ചില കൃപകളെ മടക്കിയെടുക്കുന്ന May രാത്രിയായി be a മാറട്ടെ. night of restoration for your ministry. ദൈവം കൊടുത്ത കൽപ്പനയെ എറിഞ്ഞുടച്ച മോശയോട് For Moses, he threw away God's commands. മോശയെ മുമ്പിലത്തെ പോലെ 2 കൽപ്പനകൾ ചെത്തി ഒരുക്കി കൊണ്ടുവന്നാൽ If you come with another 2 tablets, ഞാൻ എഴുതിയത് വീണ്ടും എഴുതി തരും. I will write again what I വീണ്ടും have ഞാൻ done. എഴുതി തരും. I will write again. നീ എറിഞ്ഞുടച്ചത് ഞാൻ വീണ്ടും മടക്കി തരും. I will restore what you threw away. പാപം കൊണ്ട് നഷ്ടപ്പെട്ടതായിരിക്കാം. You might have lost it in your life. പാപം കൊണ്ട് You must നഷ്ടപ്പെട്ടതായിരിക്കാം. have lost it in sin. പക്ഷെ നീ ഒന്ന് അനുഭവിച്ച് കരഞ്ഞാൽ If you repent and cry, എന്റെ സഹോദരി ഇന്ന് രാത്രി നിനക്ക് ആ കൃപ തിരികെ തരിക. my dear sister, God will restore your ദൂത് പറയുന്ന അഭിഷേകം നിനക്ക് തിരിച്ചു തരാൻ God പോകുക. will restore your ആ anointing. വെളിപ്പാടിന്റെ കൃപ നിനക്ക് തിരിച്ചു തരാൻ The പോകുക. anointing for നീ revelation. ഏറ്റെടുക്കുക ദൂത്. Receive it. വേറെ ആരോടും അല്ല പറയുന്നു, നിന്നോട് തന്നെ പറയുന്നത്. പരിശുദ്ധനായ എന്റെ ദൈവമേ, എന്റെ സ്വർഗ്ഗസ്ഥ പിതാവേ, My heavenly Father, ഞാൻ ഈ ജനത്തിന് വേണ്ടി I പ്രാർത്ഥിക്കുന്നു. pray for these people. അവരുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതിന് Things that they have lost in ഇന്ന് their രാത്രി life. കർത്താവ് മടക്കി കൊടുക്കട്ടെ. Restore it unto them. മടക്കിയെടുക്കട്ടെ. Restore it unto them. പലിശ കൂട്ടി മടക്കി കൊടുക്കട്ടെ. Restore with interest. അവർ മടക്കി പ്രാപിക്കുന്ന രാത്രിയായി മാറും. May be a night of ദൈവം restoration. ഉയർത്തി നൽകുന്നതിനായി സ്തോത്രം. Thank you that you granted to them. യേശു ക്രിസ്തു